പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാകുന്ന നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത ഘട്ടങ്ങളെ പറ്റി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നു. അതിലൊന്നാമത്തെ ഘട്ടം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമെന്നാണ് ആ ഘട്ടത്തെ പറ്റി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അറബിയിൽ അതിന് ആലമുൽ അർവാഹ് അഥവാ ആത്മാക്കളുടെ ലോകം എന്നാണ് ആ ലോകത്തെ പറ്റി പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ നമ്മൾ വസിക്കുന്നത് രണ്ടാമത്തെ ഘട്ട ജീവിതമാണ്. വളരെ ശ്രദ്ധിക്കണം ഞാൻ ഈ പറയുന്ന കാര്യം. ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ടുവന്നു. ഇത് ആലമുദ് ദുനിയയാണ്, അഥവാ ഇഹലോക ജീവിതം, ഭൗതികമായ ജീവിതം. ഇനി നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു ഘട്ട ജീവിതം നമുക്കുണ്ട്. ആലമുൽ ബർസഖ്, ഖബർ എന്ന് പറയുന്ന ഭയാനകമാകുന്ന ലോകമുണ്ട്, അഥവാ മണ്ണിന്റെ അടിയിലുള്ള ജീവിതം. നമ്മളെല്ലാവരും മരിക്കും, മരിക്കേണ്ടവരാണ്. ഈ ലോകത്ത് നിന്ന് നമ്മളെ മറവാടപ്പെടും. പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ കുടുംബക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ ആരുമായിക്കോട്ടെ കൊണ്ടുവന്ന് നമ്മളെ മറവാടും. അതൊരു ലോകമാണ്. ആലമുൽ ബർസഖ് എന്നാണ് അതിന് പറയുക. ബർസഖ് എന്ന് പറഞ്ഞാൽ മറയുടെ ലോകമെന്നാണ്. അതെ, ഈ ഭൗമ ലോകത്ത് നിന്ന് നമ്മൾ മറയുകയാണ്, ഭൂമിയുടെ അന്തരത്തിലേക്ക് പോവുകയാണ്. അതും ഒരു ലോകമാണ്. കാരണം ജീവിച്ചിരുന്നതാകുന്ന കോടാനുകോടി ജനങ്ങളൊക്കെ തന്നെ ഇന്നുള്ളത് ഈ ഖബറിനുള്ളിലാണ്, അഥവാ ഈ മണ്ണിനടിയിലാണ്. ഒരുപക്ഷെ ഇന്ന് ഭൂമിയോളം നിലകൊള്ളുന്ന ആളുകളെക്കാൾ കൂടുതൽ ജീവിച്ചു പോയവരാണ് കൂടുതൽ. അവരൊക്കെ തന്നെ ഉള്ളത് മണ്ണിനടിയിലാണ്. അതൊരു ലോകമാണ്, വേറൊരു ലോകമാണ്. അവിടെ വിചാരണയുണ്ട്, സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാം. ഞാനിപ്പോ അതിലേക്ക് കടക്കല്ല, എന്നൊന്ന് സൂചന നൽകുന്നു എന്ന് മാത്രം. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളെ പറ്റിയും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നാലാമത്തെ ഘട്ടം, ഈ ഖബർ ജീവിതം കഴിഞ്ഞാൽ പിന്നീട് പോകുന്നത് നേരെ മഹ്ശറയിലേക്കാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ മൂന്നാമത്തെ ഊത്തോടുകൂടി എല്ലാവരെയും ഖബറിൽ നിന്ന് പുനർജീവിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിച്ചുകൊണ്ട് പോകുന്നത് എവിടേക്കാണ്? ഇലൽ മഹ്ശർ, മഹ്ശറയിലേക്കാണ്. അപ്പൊ നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ആലമുൽ ഹശറ, മഹ്ശറ വൻസഭയ, വിചാരണയ്ക്ക് വേണ്ടി ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞു പോയ സമൂഹവും വരാനിരിക്കുന്ന ജനകോടികളും എല്ലാവരെയും അള്ളാഹു ഒരുമിച്ച് കൂട്ടുന്ന തലമാണ് മഹ്ശറ. അവിടെ വെച്ച് വിചാരണ നടക്കുകയാണ്. അതിന്റെ ദൈർഘ്യവും ഒക്കെ ഖുർആൻ പറയുന്നുണ്ട്. അവിടെ നിന്നാണ് അഞ്ചാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അൽ ജന്നത്തു അവിന്നാർ. ഈ രണ്ടാമത്തെ ഘട്ടമാകുന്ന ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്നതായ ഈ ഘട്ട ജീവിതത്തിൽ സുകൃതം ചെയ്തിട്ടുണ്ടോ, നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ, നോമ്പുകൾ നോറ്റുവീട്ടിയവരുണ്ടോ, പാപങ്ങളുടെ കണ്ണീരൊപ്പിയവരുണ്ടോ, നിരാലംബർക്ക് അവലംബമായവരുണ്ടോ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തവരുണ്ടോ, നിന്റെ നാട്ടിലുള്ളതാകുന്ന ഹൈന്ദവ സഹോദരങ്ങളടക്കം ക്രൈസ്തവ സഹോദരങ്ങളടക്കം പട്ടിണി കിടക്കുന്നതാകുന്ന അയൽവാസികളുടെ പട്ടിണി മാറ്റാതെ നീ നല്ലോല മുഷ്ടാന്ന പുണ്യ ഭോജനം നടത്തുന്നവൻ മുസ്ലിമല്ല എന്ന് പഠിപ്പിച്ചതാകുന്ന പരിശുദ്ധ പ്രവാചകന്റെ തിരു അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് അയൽവാസിയെ പട്ടിണി മാറ്റാനും അവന് സ്നേഹം പകരുവാനും അവന് താങ്ങായി തണലായി നിലകൊള്ളുവാനും നീ കഴിഞ്ഞിട്ടുണ്ടോ എങ്കിൽ അൽ ജന്ന, നിനക്ക് പരിശുദ്ധവും പരിപാവനവുമായ സ്വർഗത്തിന്റെ കവാടങ്ങൾ നിനക്ക് മീതെ തുറക്കപ്പെടും. അതല്ല, ഇഹലോക ജീവിതമാകുന്ന ഈ രണ്ടാം ഘട്ട ജീവിതത്തിൽ 5 ജീവിതഘട്ടങ്ങളിൽ നിന്ന് രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ കാലയളവിൽ കളിച്ചും രസിച്ചും രമിച്ചും അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ
പടച്ചറബിനെ മറന്നുകൊണ്ടും നമസ്കരിക്കാതെയും നോമ്പ് പിടിക്കാതെയും സക്കാത്ത് കൊടുക്കാതെയും പാവങ്ങളുടെ കണ്ണീരൊപ്പാതെയും നിരാലംബർക്ക് അവലംബമാകാതെയും നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കാതെയും കള്ളുകുടിച്ചും സിനിമ കണ്ടും സീരിയൽ ദർശിച്ചും ഹറാമ് ഭോജിച്ചുകൊണ്ടും നടക്കുന്നതാകുന്ന വ്യക്തിയാണ് എങ്കിൽ കത്തിജ്വലിക്കുന്നതാകുന്ന നരകം നിനക്ക് നൽകിക്കൊണ്ടുള്ളതാകുന്ന 5ാം ഘട്ടം. അപ്പൊ ഇതാണ് മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങൾ. ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു, അതൊക്കെ വിശാലമായി പറയേണ്ടതാണ്. ഞാൻ തുടക്കത്തിൽ ഒരു ബേസിക് എന്നോണം അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ഇത്രയും ഘട്ടങ്ങൾ നമുക്കുണ്ട് എന്ന് പഠിച്ചിരിക്കണം. അതിൽ 1ാമത്തെ ഘട്ടം നമ്മൾ ഇന്ന് കഴിഞ്ഞുപോയി. ഞാൻ തിരിച്ചു വരുന്നു. 1ാമത്തെ ഘട്ടം ഏതായിരുന്നു? ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകമെന്നായിരുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ എല്ലാവരും? ശ്രദ്ധിക്കുന്നവരൊന്ന് കൈയുയർത്തിക്കാൻ നോക്കട്ടെ, എത്ര പേരുണ്ട്? മാഷാ അല്ലാഹ്. നല്ലതുപോലെ ശ്രദ്ധിച്ചോളെ. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അവിടെയൊക്കെ ഇരുന്ന് വെറുതെ സിഗരറ്റ് വലിച്ചോണ്ടിരിക്കുന്ന ചെക്കന്മാരൊക്കെ ഇവിടെ വന്ന് ഇരുന്നോളി. അള്ളാഹു നമുക്ക് ഇൽമ നൽകട്ടെ. എല്ലാവരും ഇങ്ങോട്ട് വിട്ടേക്കണം. ഇവിടെ ഒന്നും ആരും ഇരിക്കണ്ട. എല്ലാവരും വന്ന് ഇവിടെ സദസ്സിൽ വന്നിരിക്കും. വീടുകളിലിരിക്കുന്ന സഹോദര സഹോദരിമാരൊക്കെ വന്ന് സദസ്സിൽ വന്നിരിക്കും. മജ്ലിസുൽ ഇൽമി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്നാണ്. ഇൽമിന്റെ സദസ്സിൽ വന്നിരിക്കുമ്പോഴാണ് സ്വർഗീയ പൂങ്കാവനമാകുക. വീടിന്റെ ഉമ്മറപ്പടിയിൽ ഇരുന്നാൽ ആ കൂലി കിട്ടൂല. അപ്പൊ ഈ ഇരിക്കുന്നവരൊക്കെ ഈ പരിസരത്തുള്ളവരാണ്. അവർക്ക് വീട്ടിലിരുന്നാൽ ഈ ശബ്ദം കേൾക്കും. പക്ഷെ അവരാ വീട് വിട്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ എന്താണ്? ഇൽമിന്റെ സദസ്സിൽ വന്നിരുന്നാൽ അത് സ്വർഗീയ പൂങ്കാവനമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. 10 വാടിയിൽ നിന്ന് ഷെഫീഖ് വന്നിട്ടുണ്ട്. ഷെഫീഖ് അല്ലേ അത്? കയ്യൊന്ന് നിർത്തിക്ക. അത് ഇനിയിപ്പോ അത് തുടങ്ങാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കപ്പോ. അപ്പൊ 1ാമത്തെ ഘട്ടത്തിലേക്ക് തിരിച്ചു വന്നു. 1ാമത്തെ ഘട്ടം ഏതാണ്? ആലമുൽ അർവാഹ്, ആത്മാക്കളുടെ ലോകം. അങ്ങനെ ഒരു ജീവിതം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്താണ് ആ ലോകം? നമ്മൾ ഇന്ന് ഈ കാണുന്ന ശരീരഭാഷയില്ലാതെ, ബോഡിയില്ലാതെ, നമ്മുടെയൊക്കെ ആത്മാവിനെ മാത്രം, അതിനാണ് അറബിയിൽ റൂഹ് എന്ന് പറയുക. അർവാഹ്, റൂഹുകൾ. ആ ആത്മാക്കളെ മാത്രമായി അള്ളാഹുവിന്റെ തിരുസവിധത്തിൽ പടച്ച തമ്പുരാന്റെ ഹളറത്തിൽ ഒരുമിച്ച് കൂട്ടി. അവിടെ നമ്മൾ 1000 വർഷങ്ങളോളം ജീവിച്ചിട്ടുണ്ട് എന്നാണ് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ അങ്ങനെയാണ് നമുക്ക് വരച്ചു കാട്ടുന്നത്. 1000 വർഷങ്ങളോളം ആത്മാക്കളായി തന്നെ നമ്മൾ നിലകൊണ്ടു. എന്തില്ല? ഇപ്പോൾ ഈ കാണുന്ന ബോഡിയില്ല. ശ്രദ്ധിക്കണേ, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കും. 1000 വർഷങ്ങളോളം നമ്മൾ അവിടെ ജീവിച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്ന് ജീവിച്ചിരിക്കുന്നവരും കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമാകുന്ന ജനങ്ങളുടെ ആത്മാക്കളെ മാത്രമായി ഒരുമിച്ച് കൂട്ടിയിട്ട് ആ ആത്മാക്കളോടായി ചില കരാറുകൾ ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ ചില കരാറ് നടത്തിയിട്ടുണ്ട്. നമ്മളോടൊക്കെ, നമ്മളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഈ ശരീരമൊന്നുമില്ല. എല്ലാവരുടെയും ആത്മാക്കൾ മാത്രമേ ഉള്ളൂ. ഇത് വിശ്വസിക്കൽ നിർബന്ധമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ അൻത റബ്ബുനാ വഇലാഹുനാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, മനസ്സിലാക്കി തരുകയാണ്. മനുഷ്യ, മാനവ, ഇന്ന് നീ ജീവിക്കുന്നത് 2ാമത്തെ ഘട്ട ജീവിതമാണ്. ആലമുദ്ദുന്യയാണ്, ഇഹലോക ജീവിതമാണ്. ഇതിനു മുമ്പ് നിനക്കൊരു ജീവിതം കഴിഞ്ഞു പോയിട്ടുണ്ട്. വിശ്വസിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. ആ ലോകത്തിന്റെ പേര് ആലമുൽ അർവാഹ് എന്നാണ്, ആത്മാക്കളുടെ ലോകമെന്നാണ്. അന്ന് ലോകത്തുള്ളതാകുന്ന സർവരുടെയും മനുഷ്യരുടെയും ആത്മാക്കളെ മാത്രമായി അല്ലാഹു അവന്റെ തിരുസവിധത്തിൽ ഒരുമിച്ച് കൂട്ടിയത്രേ. ആ ആത്മാക്കളോടായി ചില കരാറുകൾ അല്ലാഹു ചെയ്യുകയാണ്. അലസ്തു ബിറബ്ബികും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ? ഖാലൂ ബലാ അൻത റബ്ബുനാ വഇലാഹുനാ.
ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് ഇന്നുള്ളതാകുന്ന നിരീശ്വരവാദികളാകട്ടെ, യുക്തിവാദികളാകട്ടെ, വിശ്വാസികളാകട്ടെ, എല്ലാവരെയും അള്ളാഹുവിന്റെ തിരുസവിധത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയത്രേ. അവരോടായി അള്ളാഹു കരാറ് ചെയ്യുകയാണ്, അലസ്തു ബിറബ്ബിക്കും മനുഷ്യ, ഞാൻ നിങ്ങളുടെ പരിപാലകനല്ലയോ, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ? ഖാലൂ ബലാ. എല്ലാ ആത്മാക്കളും പടച്ച റബ്ബിനോട് പറയുകയാണ്, ശരിയാണ് അല്ലാഹ്, നീയാണ് ഞങ്ങളുടെ പരിപാലകൻ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ അല്ലാഹ്. ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ അംഗീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് റബ്ബ് എന്ന് സർവരും അന്ന് അംഗീകരിച്ചതാണ്. എന്ന് പറഞ്ഞാൽ സർവ മനുഷ്യരുടെ ആത്മാക്കളും അംഗീകാരം പുൽകിയതാണ്. ഇതെവിടെ പറയുന്നു? വിശുദ്ധ ഖുർആനിൽ. അത് വിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടായി പറയുന്നത്. ശ്രദ്ധിക്കുക, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ കരാറിടപ്പെട്ടിട്ടുണ്ട്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ-അർവാഹു ജുനൂദുൻ മുജന്നദാ ഫമാ തഅറഫ മിൻഹാ യഅ്തലഫാ വമാ തനാകറ മിൻഹാ യഖ്തലഫാ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സ്വഹാബാ സ്വഹാബാ, ആത്മാക്കൾ വ്യത്യസ്ത കോലമാണ്, രൂപമാണ്, ഭാവമാ. ആത്മാക്കളെ കുറിച്ച് പഠിക്കണേ സ്വഹാബാ, ആത്മാക്കളുടെ ലോകത്തെ പറ്റി അറിയണേ സ്വഹാബാ. ഫമാ തഅറഫ മിൻഹാ ഇഖ്തലഫാ. ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടിയതാകുന്ന ആത്മാക്കൾ രണ്ടാം ഘട്ട ജീവിതമാകുന്ന ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടുകയും സംവദിക്കുകയും ചെയ്യുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വമാ തനാകറ മിൻഹാ യഖ്തലഫാ. ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് പരസ്പരം കണ്ടുമുട്ടാത്തതായ ആത്മാക്കൾ ഈ ദുന്യാവാകുന്ന രണ്ടാം ഘട്ട ജീവിതത്തിൽ പരസ്പരം കണ്ടുമുട്ടുകയോ സംവദിക്കുകയോ ചെയ്യുകയില്ല എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ കണ്ടുമുട്ടിയവർ മാത്രമേ ഒന്നാം ഘട്ട ജീവിതമാകുന്ന ആത്മാക്കളുടെ ലോകത്ത് കണ്ടുമുട്ടിയ ആത്മാക്കൾക്ക് ഈ ദുന്യാവാകുന്ന ഭൗതിക ലോകത്ത് ഭൗതിക ശരീരത്തോടുകൂടി പരസ്പരം കണ്ടുമുട്ടാൻ പറ്റുള്ളൂ. മനസ്സിലായി? അവിടെ കണ്ടുമുട്ടാത്തവർ ഈ ദുന്യാവിൽ കണ്ടുമുട്ടുകയുമില്ല. ഈ ദുന്യാവിന്റെ ഏതെങ്കിലും കോണിൽ വെച്ച് നിങ്ങൾ ഓരോരുത്തരെ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്നെ നിങ്ങൾ കണ്ടു, 400 കിലോമീറ്റർ അപ്പുറത്തുള്ള എന്നെ നിങ്ങൾ കണ്ടു. അപ്പൊ ഇതിന്റെ മനസ്സിലാക്കേണ്ടത് എന്താ? ഈ ഹദീസിന്റെ വിവക്ഷ അനുസരിച്ച് ആത്മാക്കളുടെ ലോകത്ത് വെച്ചുകൊണ്ട് ഇതുപോലൊരു ചെറിയൊരു കണ്ടുമുട്ടൽ ഉണ്ടാകിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി പറയുന്നത്. അവിടെ കണ്ടുമുട്ടാത്ത ആളുകൾ ലോകത്തിന്റെ പല കോണിൽ, അമേരിക്കൻ പ്രസിഡന്റ് നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും, വാർത്താ മീഡിയയിൽ, അല്ലാതെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവൂല, അല്ലാതെ കണ്ടിട്ടുണ്ടാവൂല. ഇനി അഥവാ ജീവിതത്തിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങൾ കണ്ടുമുട്ടുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കിക്കോണം, അവിടെ വെച്ച് അങ്ങനെ ഒരു കണ്ടുമുട്ടൽ ആത്മാക്കൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് പറഞ്ഞതിന്റെ ആകെ ചുരുക്കം. ഇതെന്തിനാ നബിതങ്ങൾ ഇങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു, വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ലോക ജീവിതം മനുഷ്യനുണ്ടായിരുന്നു. 1000 വർഷങ്ങളാണ് നമ്മുടെ ആത്മാക്കൾ മാത്രമായിട്ട് ജീവിച്ചത്. അള്ളാഹുവിനോട് നീയാണ് റബ്ബ് എന്ന് നമ്മളെല്ലാവരുടെയും ആത്മാക്കൾ സമ്മതം മൂളിയിട്ടുള്ളതാണ്. പ്രവാചകന്മാരുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് കരാർ ചെയ്തിട്ടുണ്ട്. ഖുർആൻ ആ ലോകത്തെ കുറിച്ച് വിശാലമായി പറയുന്നുണ്ട്. وَإِذْ أَخَذَ اللَّهُ مِيثَاقَ النَّبِيِّينَ لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه
لتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. പരിശുദ്ധമായ ഖുർആനിലെ ആയത്താണ്. പഠിച്ചു വെക്കണേ സഹോദരാ, പഠിച്ചു വെക്കണേ പെരുങ്ങടിയിലുള്ള ചെറുപ്പക്കാരാ സഹോദരാ. ആലമുൽ അർവാഹിൽ ആത്മാക്കളുടെ ലോകത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഓതിക്കൊണ്ട് വിശാലമായി പഠിപ്പിക്കുകയാണ്. 1,24,000 അംബിയാ മുർസലീങ്ങളിൽ നിന്ന് മുത്തുനബിയുടെ ആത്മാവൊഴികെ ബാക്കിയുള്ള 1,23,999 ആത്മാക്കളെയും അല്ലാഹു ആലമുൽ അർവാഹി എന്ന ആത്മാക്കളുടെ ലോകത്ത് ഒരുമിച്ച് കൂട്ടിയത്രേ. മുത്തുനബിയുടെ ആത്മാവൊഴിച്ചുള്ള ബാക്കിയുള്ള എല്ലാ പ്രവാചകന്മാരുടെ ആത്മാക്കളെയും അള്ളാഹു എവിടെ ഒരുമിച്ച് കൂട്ടി? ആലമുൽ അർവാഹ്. എന്തിനാ ഞാനിത് പറയുന്നത്? അങ്ങനെ ഒരു ലോകമുണ്ട് എന്നുള്ളത് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയാണ്, മനസ്സിൽ വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അവിശ്വസിച്ചാൽ കാഫിറാകും. അള്ളാഹു ആക്കട്ടെ, നിഷേധിയായി തീരും. ശ്രദ്ധിക്കണം നിങ്ങൾ. എന്തിനാ അങ്ങനെ 1,23,999 അംബിയാ മുർസലീങ്ങളെ അഥവാ മുത്തുനബി ഒഴിച്ചുള്ള ഇത്രയും പേരെ ഒരുമിച്ച് കൂട്ടിയത് എന്തിനാ? അവരോട് കരാറ് ചെയ്യാൻ. എല്ലാ മനുഷ്യരോടും ചെയ്ത ചില കരാറ് പോലെ അവരോട് പ്രത്യേകമായി ചില കരാറ്. എന്താണ് ആ കരാറ്? നിങ്ങൾ ഇസ്ലാമികമാകുന്ന പ്രബോധന മേഖലയിൽ അതത് നാട്ടിലേക്ക് നിങ്ങൾ ഏതൊരു വിഭാഗത്തിലേക്കാണോ പ്രബോധിതരായിട്ട് അയക്കുന്നത്, ആ പ്രബോധിത സമൂഹത്തിൽ ചെന്നുകൊണ്ട് നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ട് ദീനി ദഅവത്ത് നടത്തിക്കൊണ്ട് ദീനിൻ്റെതാകുന്ന ആദർശങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നിലകൊള്ളവേ, നിങ്ങൾക്ക് നൽകപ്പെട്ടതാകുന്ന വിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ തൗറാത്ത്, ഇൻജീൽ, സബൂർ, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഈ ഗ്രന്ഥങ്ങളെയൊക്കെ തന്നെ വാസ്തവീകരിച്ചുകൊണ്ട് അവസാനത്തെ പ്രവാചകനാകുന്ന എന്റെ ഹബീബാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നാൽ ആ പ്രവാചകരെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കൽ പ്രവാചകരെ നിങ്ങളുടെ മേൽ ബാധ്യതയാണ്. നിങ്ങളത് അംഗീകരിച്ചോ? ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ അംഗീകരിച്ചോ? നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ളതാകുന്ന പ്രവാചകന്മാരെ വിളിച്ചിട്ട് അല്ലാഹു കരാറ് ചെയ്യാൻ. നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും, നിങ്ങളോടൊപ്പമുള്ളതാകുന്ന വിശുദ്ധമാകുന്ന ഏടുകളെയും ഗ്രന്ഥങ്ങളെയും വാസ്തവീകരിച്ചുകൊണ്ട് അതൊക്കെ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനത്തെ പ്രവാചകനാകുന്ന എന്റെ ഹബീബാകുന്ന മുഹമ്മദ് നബി കടന്നു വന്നാൽ ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടും നിങ്ങൾ നിലകൊള്ളണം. അല്ലാഹു ചോദിച്ചു, ഞാൻ ഈ പറഞ്ഞതാകുന്ന കാര്യം കരാറ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? എല്ലാ അംബിയാ മുർസലീങ്ങളുടെ ആത്മാക്കളും പറഞ്ഞു അത്രേ, ഖാലു അഖറർന, ഞങ്ങൾ എല്ലാവരും സമ്മതിച്ചു. ആത്മാക്കൾ മാത്രമാണ്, ആത്മാക്കളുടെ ലോകത്ത് നടന്ന സംഭവമാണ്, ഈ ലോകത്തല്ല, ഒന്നാം ഘട്ട ജീവിതത്തിൽ നടന്ന സംഭവമാണ് ഈ പറയുന്നത്. അപ്പൊ അള്ളാഹു പറഞ്ഞു, ഖാല ഫശ്ഹദു, നിങ്ങൾ ഈ വിഷയത്തിൽ പരസ്പരം സാക്ഷികളാക്കിക്കോ. വഅന മഅകും മിനശ് ഷാഹിദീൻ, ഞാൻ നിങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ സാക്ഷികളാണ്. ഏത് വിഷയത്തിൽ? നിങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ മുഹമ്മദ് നബി കടന്നു വന്നാൽ അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരക്കാമെന്നും അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യാമെന്നും നിങ്ങളുടേതാകുന്ന ഈ കരാറ് ദാ ഞാൻ സാക്ഷിയാണ്, നിങ്ങളും പരസ്പരം സാക്ഷിയായിരിക്കും. ഇത് ഖുർആൻ ആയത്താണ്. എന്താണ് ഈ ആയത്തിൽ വിവക്ഷിക്കപ്പെടുന്നത്? ഒന്നാം ഘട്ട ജീവിതത്തിന്റെ വിശാലതയെ കുറിച്ച് പറയാണ്. അവിടെ പ്രവാചകന്മാരുടെ ആത്മാക്കളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോടും ചില കരാറ് ചെയ്തു എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തിനെങ്ങനെ പറയുന്നത്? അങ്ങനെ ഒരു ലോകമുണ്ടെന്നുള്ള വിശ്വാസം നമ്മൾ ഉറപ്പിക്കണം. അല്ലെങ്കിൽ മുഅ്മിൻ എന്ന് പറയുന്ന മനുഷ്യൻ അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണല്ലോ. അങ്ങനെയാണല്ലോ ഖുർആൻ പറഞ്ഞത്. യഥാർത്ഥ മുത്തഖി എന്ന് പറഞ്ഞാൽ ആരാ മുത്തഖി? തഖ്വ വെച്ച് ജീവിക്കുന്നവരെന്ന് പറഞ്ഞാൽ ആരാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ.
بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. മുത്തഖി എന്ന് പറഞ്ഞാൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവൻ, അവനാണ് മുത്തഖി. ഖുർആൻ പറയാണ്. അതിനുശേഷമാ പറഞ്ഞത് വയുഖീമൂന സ്വലാത്ത വയുഅ്തൂന സകാത്ത. സകാത്ത് കൊടുക്കുന്നവനും നിസ്കരിക്കുന്നവനും എന്നൊക്കെ പറഞ്ഞത് അതിനുശേഷമുള്ള ക്വാളിറ്റിയാണ്. ആദ്യം തന്നെ മുത്തഖി എന്ന് പറയുന്നതിന് ഏറ്റവും വലിയ സുവിശേഷം അവന്റെ എന്താ? അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. സ്വർഗം, നരകം, ഖബർ, മഹ്ശറ ഇതൊന്നും നേരിട്ട് കണ്ടിട്ടല്ല, അതിന്റെ വിചാരണ മനസ്സിലാക്കിയിട്ടല്ല, സിറാത്ത് പാലം ഒന്നും നേരിട്ട് മനസ്സിലാക്കിയിട്ടല്ല, സ്വർഗം നേരിട്ട് കണ്ടവരല്ല. ഇതിന്റെയൊക്കെതാകുന്ന അനുഭൂതികളും ആസ്വാദനങ്ങളും അറിയിക്കുന്നതാകുന്ന പ്രവാചക അധ്യാപനങ്ങൾ അല്ലെങ്കിൽ പണ്ഡിതന്മാരുടേതാകുന്ന വാക്കുദ്ധരണികൾ മാത്രമാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നിലകൊള്ളുന്നത്, അല്ലേ? അപ്പൊ അദൃശ്യ ലോകങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ് മുത്തഖി. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ അങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞാൽ അതിനെ കൊണ്ട് അവിശ്വസിക്കണ്ട, അതിനെ പരിപൂർണമായി വിശ്വസിക്കണം. അള്ളാഹു ആ വിശ്വാസം രൂഢമൂലമാക്കി തരട്ടെ. ആമീൻ പറയീൻ. നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ആലമുൽ അർവാഹ് കഴിഞ്ഞാൽ അടുത്ത ലോകം സഹോദരാ, ഉമ്മയുടെ ഗർഭാശയത്തിലൂടെയുള്ളതാകുന്ന ഈ ലോകത്തേക്കുള്ള കടന്നുവരവാണ്. ഇത് ആലമുദ്ദുന്യയാണ്, ഇഹലോക ജീവിതമാണ്. ഒന്നാം ഘട്ട ജീവിതത്തിൽ നമ്മുടെ ആയുസ് എത്രയായിരുന്നു? 1000 വർഷങ്ങളോളം നമ്മൾ ജീവിച്ചു. ഇവിടെ നമ്മുടെ ആയുസ് എത്രയാണെന്നറിയോ? എത്രയാ? അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ ആയുസ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കുറഞ്ഞ ആയുസ് ഇവിടെ ഉണ്ട്, 60-ന്റെയും 70-ന്റെയും ഇടയിലുള്ള ആയുസ്. 5 ഘട്ട ജീവിതങ്ങൾ ഞാൻ പറഞ്ഞു. 1 ആത്മാക്കളുടെ ലോകം ആലമുൽ അർവാഹ്, 2 ഇപ്പോൾ വസിക്കുന്നതാകുന്ന ആലമുദ്ദുന്യ, 3-മത്തത് ആലമുൽ ബർസഖ്, ഖബർ എന്ന ഭയാനകമായ ലോകം, ഭൂമിക്കടിയിലുള്ള ജീവിതം. 4-മത്തത് ആലമുൽ ഹശർ, മഹ്ശറയുടെ ജീവിതം. 5-മത്തത് സ്വർഗം, മുഅ്മിനിന് അന്നാർ, അവിശ്വാസിക്ക്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈ 5 ഘട്ട ജീവിതങ്ങളിൽ നിന്ന് ഏറ്റവും നിസാരമായ ജീവിതം എന്ന് പറയുന്നത്, നിന്യമായ ജീവിതം, വളരെ കുറഞ്ഞ കാലഘട്ട ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ള ജീവിത ഘട്ടങ്ങളിലേക്ക് ചേർത്ത് നോക്കിയിട്ട് ദുന്യാവ് മാത്രമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. 1-ാം ഘട്ട ജീവിതം ആത്മാക്കളുടെ ലോകത്ത് ആത്മാക്കൾ എത്ര നാൾ ജീവിച്ചു? 1000 വർഷങ്ങളോളം. ഖബറിൽ എത്ര നാളായിട്ട് നമ്മളെ വാപ്പ വല്യുപ്പ മുൻഗാമികൾ എത്ര ആളുകൾ ജീവിക്കുന്നു, എത്ര വർഷങ്ങളായിട്ട് ജീവിക്കുന്നു? മഹ്ശറയിലുള്ളതാകുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് ദുന്യാവിലെ 1000 വർഷമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇഹലോക ജീവിതത്തിലെ 1000 വർഷമാണ് ആഖിറത്തിലെ ഒരു ദിവസം. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വഇന്ന യൗമൻ ഇൻദ റബ്ബിക കഅൽഫി സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയും ദുന്യാവിൽ എണ്ണി തിട്ടപ്പെടുത്തുന്ന 1000 വർഷമാണെന്ന് വിശുദ്ധമായ ഖുർആൻ. മനസ്സിലാക്കണം നമ്മൾ. അപ്പൊ എത്രത്തോളം വിശാലതയാണ് മഹ്ശറ എന്ന് പറയുന്നത്. സ്വർഗവും നരകവും പറയേണ്ടതില്ല, ശാശ്വതികത്വമാണ്, കാലാകാലം വസിക്കേണ്ടി വരും. അള്ളാഹു നമ്മളെ സ്വർഗാവകാശം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും നിസാരമായതാകുന്ന തലമാണ് ഭൂമി. ആ ബക്കറ്റ് വരുമെന്ന് കൊണ്ടുവന്നോളി. ബക്കറ്റ് ചെറുപ്പക്കാരൊന്ന് വേഗം ശ്രദ്ധിക്കും, അതാകുമ്പോ നമുക്ക് വലതിലേക്ക് അങ്ങിരിക്കാം. പിന്നെ ഇതിനിടയിൽ വേറെ ശ്രദ്ധ വേണ്ട. അതിന് ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ 1,00,000 രൂപയൊക്കെ തന്നാൽ മതി. വേഗം കൊണ്ടുവരും. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ഷഫീഖ് കൊടുക്കാൻ റെഡിയായോ? ഒരു സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ സദഖ നീ സ്വീകരിക്കണേ റബ്ബേ.
ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി നീ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സാലിഹീങ്ങൾ ചേർക്കണേ റബ്ബേ, ആബിദീങ്ങൾ ചേർക്കണേ അല്ലാഹ്, സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. നൽകിയിട്ടുള്ള എല്ലാ നിഅമത്തുകളും നിലനിർത്തണേ റബ്ബേ. പാരത്രിക ലോകത്ത് വിജയിക്കാൻ ഞങ്ങൾക്ക് ഈ സദഖയിലൂടെ കാരണമാക്കണേ അല്ലാഹ്. ഒരുപാട് ലക്ഷ്യങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിലുണ്ട്. ആ ലക്ഷ്യങ്ങൾ മുഴുവനും അറിയുന്ന നാഥ, ഞങ്ങളുടെ സർവ്വ ലക്ഷ്യങ്ങളും നീ പൂർത്തീകരിച്ചു തരണേ അല്ലാ. പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതാകുന്ന പ്രവർത്തകരാണ് ഇതിന്റെ സംഘാടക സമിതി. അല്ലാഹുവേ നീ ഖൈർ കൊടുക്കണേ അല്ലാ. രോഗികളെ ശുശ്രൂഷിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി നൽകപ്പെടുന്ന സദഖയാണ്, നല്ല നിയ്യത്ത് വെച്ചുകൊണ്ട് നൽകണേ അല്ലാഹുവേ. നീ സ്വീകരിക്കണേ റബ്ബേ, നീ കബൂലാക്കണേ അല്ലാ. ബാക്കി വെച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. അല്ലാഹുവേ ആഖിറത്തിലേക്ക് ഉപയുക്തമായ അമാലുകൾ ചേർത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധമായ ശഅബാൻ മാസം പിറവന്നിട്ട് ഞങ്ങൾ ആദ്യമായി കൊടുക്കുന്ന സദഖയാണ് റബ്ബേ. ഇതിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളിൽ ഉള്ളവരാണ് ഈ സദസ്സിൽ വന്നവരഖിലവും. നീ അവരുടെ പ്രശ്നങ്ങൾ മുഴുവനും അറുതി വരുത്തണേ റബ്ബേ. കടം കൊണ്ട് വലയുന്നവരുണ്ട്, ഉള്ള കടങ്ങൾ എത്രയും പെട്ടെന്ന് വീട്ടാനുള്ള മാർഗങ്ങൾ തുറസാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം ഏറ്റി നൽകണേ റബ്ബേ. മക്കളുടെ പരീക്ഷ എടുത്തിരിക്കുന്നു, ഉന്നത വിജയം നൽകണേ അല്ലാ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി നാടിൻ്റെതാകുന്ന യശസ് ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ കബൂലാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല സ്വതക്ക നൽകി ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കണം. അപ്പൊ രണ്ടാമത്തെ ഘട്ട ജീവിതമാണിത്, ആലമുദ്ദുന്യ എന്ന് പറയുന്ന ഇഹലോക ജീവിതം. ഇവിടെ 60-70 വയസ്സ് മാത്രമേ ജീവിക്കുള്ളൂ. അതിന് മുകളിലോട്ട് പ്രായം പോകുന്നവർ അള്ളാഹുവിനെ മറക്കാതെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. റബ്ബിന് ശുക്ർ ചെയ്തുകൊണ്ട് നിലകൊള്ളണം. നന്ദിയുള്ള അടിമയായി നമ്മൾ മാറണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ദുന്യാവാണ് നമ്മൾ ജീവിക്കുന്നത്. ഇഹലോക ജീവിതമെന്ന് പറയുന്നതിനെ പറ്റി റസൂലുള്ളാഹി പറഞ്ഞില്ലേ, അദ്ദുന്യാ ജീഫത്തുൻ. ദുന്യാവെന്ന് പറഞ്ഞാൽ ശവമാണ്, ശവമാണ്. ചത്ത് കിടക്കുന്നതാകുന്ന, മരണപ്പെട്ടു പോയതാകുന്ന ഒരു ശവത്തോടാണ് റസൂലുള്ളാഹി ഉപമിച്ചിട്ടുള്ളത്. വതാലിബുഹാ കിലാബുൻ. ദുന്യാവിനെ തേടുന്നവൻ നായയാണ്, അഥവാ ശവത്തെ തിന്നാൻ വേണ്ടി കൊതിക്കുന്നത് നായയാണല്ലോ. ദുന്യാവിനെ ഉപമിച്ചിരിക്കുന്നത് ശവത്തോടാണ്. ആ ശവത്തെ തിന്നാൻ വരുന്നത് നായയാണ്. അതുകൊണ്ട് ദുന്യാവിന്റെ പിറകെ ഓടുന്നവൻ നായയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിന്റെ പേരിലാണ് ഈ വഴക്കുകളൊക്കെ. ഈ ദുന്യാവ് വെട്ടിപ്പിടിക്കാനാണ് മനുഷ്യന്റെ ഈ നെട്ടോട്ടമെല്ലാം. പകലന്തിയോളം അവൻ കഷ്ടപ്പെടുന്നതും രാത്രിയിൽ ഉറക്കമൊഴിച്ച് നിലകൊള്ളുന്നതും എല്ലാം ഈ ദുന്യാവ് വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടിയാണ്. ദുന്യാവ് ശവമാണെന്നറിയണം നമ്മൾ. റസൂലുള്ളാഹി അങ്ങനെയാണ് ദുന്യാവിനെ ഉപമിച്ചത്. ദുന്യാവ് കൊള്ളാമെന്നല്ല, കാരണം ഇത് വളരെ കുറഞ്ഞ ഘട്ടമേ ഉള്ളൂ. അത് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ നന്നാവാൻ തുനിയും നമ്മൾ. മനസ്സ് നന്നാവും, ഹൃദയം നന്നാവും, എല്ലാവരെയും നന്മയോടുകൂടി ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. അയൽവാസികളെ ബഹുമാനിക്കും, മുതിർന്നവരെ ബഹുമാനിക്കും, കുട്ടികളോട് കരുണ കാണിക്കും, മാതാപിതാക്കൾ പറഞ്ഞാൽ അനുസരിക്കും, സഹോദരങ്ങളോട് യാതൊരുവിധ വൈമനസ്യവും കൂടാതെ അവരോടുള്ളതാകുന്ന സ്നേഹലാളനകൾ പൂർത്തീകരിക്കും, കടമകളും കടപ്പാടുകളും ശ്രദ്ധിക്കും. ഭർത്താവ് ഭാര്യ അനുസരിക്കും, ഭാര്യ ഭർത്താവിനെ അനുസരിക്കും. എല്ലാത്തിന്റെയും ആകത്തുക ഈ ദുന്യാവിന്റെ പിറകെയുള്ള ഓട്ടാണ്. ഭർത്താവിനെ മറന്നിട്ട് കാമുകന്റെ പുറകെ ഓടുന്നത് ഈ ദുന്യാവിൽ നിന്നും ശാശ്വതത്വം കിട്ടുമെന്നുള്ള ചിന്ത കൊണ്ടാണല്ലോ. സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ ആ പെണ്ണിനെ മറന്ന് മറ്റൊരു പെണ്ണിനെ താല്പര്യം വെക്കുന്നതും ഈ ഭൗതിക ലോകത്തോടുള്ള ഭ്രമം തന്നെയാണല്ലോ. സ്വന്തം അയൽവാസികളോട് ക്രൂരമായി പെരുമാറാൻ, അവന്റെ വീട്ടിലേക്ക് അഴുക്ക് ചാലുകൾ വെട്ടിവിടാനും മനുഷ്യൻ താല്പര്യം വെക്കുന്നത് ഈ ലോകത്ത് ഞാനെന്നും ശാശ്വതത്വം കിട്ടിയവനാണെന്നുള്ള വാദം കൊണ്ടാണല്ലോ. പ്രവാസ ലോകത്ത് കടന്ന് കഷ്ടപ്പെടുന്നത്, സ്വന്തം കുടുംബത്തെ പട്ടിണിക്കിടുന്നത്, അവിടെ ഏതെങ്കിലും പെണ്ണുമായി ചുറ്റിക്കറങ്ങുന്നത് എല്ലാം ഇഹലോക ജീവിതം ശാശ്വതത്വമെന്നുള്ള ചിന്തയാണ്. എന്നാൽ മനുഷ്യ നീ ചിന്തിക്കണേ,
നിനക്കിനി ഇവിടുന്ന് പോകാനുണ്ട് അലമുൽ ബർസഖ് എന്ന ലോകത്തേക്ക്, ഖബർ എന്ന ഭയാനകമായ ലോകത്തേക്ക്. അതിനെ നിന്നെ കൊണ്ടുപോകുന്നത് മരണമെന്ന കവാടത്തിലൂടെയാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും എല്ലാ ആത്മാക്കളും മരണത്തെ രുചിച്ചറിയുന്നതാണ്. ആ മരണത്തിന്റെ കവാടത്തിലൂടെ നിന്നെ അല്ലാഹു കൊണ്ടുപോകുന്നു. 6 അടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് മനുഷ്യ നീ ചിന്തിക്കുക, ഈ ദുന്യാവ് ശാശ്വതത്വമുള്ളതല്ല. അനശ്വരവും അനന്തവുമാകുന്ന ആഖിറത്തിന് വേണ്ടിയുള്ള അമൽ ചെയ്യേണ്ടതാകുന്ന സ്ഥലമാണ് ദുന്യാവ്. അദ്ദുന്യാ മസ്റഅത്തുൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ് ദുന്യാവ്. ഇവിടെ നന്മ ചെയ്യണം, ഇവിടെ സുകൃതം ചെയ്യണം, ഇവിടെ നിസ്കരിക്കണം, ഇവിടെ നോമ്പ് നോൽക്കണം, ഇവിടെ സക്കാത്ത് കൊടുക്കണം, ഇവിടെ പാവപ്പെട്ടവരെ പ്രത്യേകമായി പരിഗണിക്കണം, ഇവിടെ രോഗിയായി കിടക്കുന്നവരെ പരിഗണിക്കണം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. റമദാൻ വരുമ്പോൾ പ്രത്യേകമായി റിലീഫിന്റെ പ്രവർത്തനങ്ങളുമായി അവർ ഇറങ്ങിത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? ആഖിറത്തിലേക്ക് ഉപയുക്തമാകുന്ന അമാലുകൾ ഉൾപ്പെടാൻ വേണ്ടി മാത്രം, വേറൊന്നുമല്ല, വേറൊരു ലക്ഷ്യവുമില്ല. മരിച്ച് ഖബറിൽ ചെല്ലുമ്പോഴത്തേക്കും ഖബറിൽ എന്തെങ്കിലും ഒന്ന് കൂട്ടാളിയായി ഉണ്ടാകണം. അത് ഈ ദുന്യാവിൽ ചെയ്ത നന്മ മാത്രമാണ്. ഒറ്റയ്ക്ക് പോയി കിടക്കണ്ടേ ഖബറിൽ? പെരിങ്കടി ഖബറിസ്ഥാനിൽ പോയി ഒന്ന് നോക്കി. 100-800ഓളം കുടുംബങ്ങളുള്ളതാകുന്ന ഖബറിസ്ഥാനമാണ് അല്ലെ. എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ആ ഖബറിൽ കിടക്കുന്നത്. ആ മൈലാഞ്ചി കാടുകൾക്കിടയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്, ഉമ്മയുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ഈ നാട്ടിലെ വലിയ പൗരപ്രമുഖരുണ്ട്, രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട്, സാമ്പത്തികത്തിൽ വലിയ ഉന്നതമായ സ്ഥാനം അലങ്കരിച്ചവരൊക്കെ അവിടെ ഉണ്ട്. ഒന്നുമല്ലാതിരുന്നവരും അവിടെയുണ്ട്. ഒന്നുമായി തീർന്നിട്ടില്ലവരൊന്നും. ഇന്ന് ആ പുല്ലുകളാണ് അവരെ തലോടിക്കൊണ്ടിരിക്കുന്നത്. വലിയ മരങ്ങൾ അതിനിടയിൽ ഇങ്ങനെ റാഹത്തായി നിലനിൽപ്പുണ്ട്. അതിന്റെ വേരുകൾ അവരുടെ തലച്ചോറ് ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ടും നിലകൊണ്ടുണ്ട്. ആരുമില്ല അവരെ സഹായിക്കാൻ. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അവർ ദീനിനെ സഹായിച്ചവരാണ് എങ്കിൽ, അയൽപക്കക്കാരെ ബുദ്ധിമുട്ടിക്കാത്തവരാണ് എങ്കിൽ, സമൂഹത്തോടും സമുദായത്തോടും ഈ നാടിനോടും കൂറും പ്രതിബദ്ധതയും വെച്ച് പുലർത്തിയവരാണ് എങ്കിൽ തീർച്ചയായും ഖബറിൽ അവർക്കൊരു ആശ്വാസം ഉണ്ടാകും. മനസ്സിലാക്കണം. ചിലരുടെ ഖബറിൽ നമ്മൾ കണ്ടിട്ടില്ലേ, പണ്ട് കൊണ്ടുവന്ന് വെച്ചതാകുന്ന ചെറിയ ചെടിയാ, പക്ഷെ അതിങ്ങനെ തഴച്ച് വളരുന്നത് കാണുന്നില്ല. ആ ചെടികളുടെ ഇലകൾ നമ്മൾ ചെല്ലുമ്പോൾ ഇങ്ങനെ ആടി കളിക്കുകയാണ്, നമ്മളെ തന്നെ മാടി വിളിക്കുകയാണ്. നമുക്ക് തന്നെ സന്തോഷം വരും. നമ്മുടെ ഉമ്മയുടെ നമ്മുടെ ഉപ്പയുടെ ഖബർ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ പരിസരത്തുള്ള എല്ലാ ഖബറുകളിലെയും ചെടികൾ മുഴുവനും ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. പക്ഷേ ഇവർ ചെയ്ത നന്മകൾ ഇങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ചെടിയിലൂടെ നമ്മളിങ്ങനെ കാണിക്കുക അതിന്റെ പച്ചപ്പ്. സിയാറത്ത് ചെയ്യുന്നവർക്കറിയാം അതിന്റെ കാര്യം. ജീവിതത്തിൽ ചെയ്ത നന്മ ആ പച്ച ചെടിയുടെ മനോഹരമാകുന്ന ശോഭനമാകുന്ന ഒരു മുഹൂർത്തമായി നമുക്ക് കാണാൻ പറ്റുകയാണ്. സുന്ദരമായ കാഴ്ച. അല്ലാഹു നമ്മുടെ ഖബർ സന്തോഷമാക്കട്ടെ. അതിനുവേണ്ടി ജീവിതത്തിൽ നന്മ ചെയ്യണം സഹോദരങ്ങൾ. നമ്മുടെ ഇത്രയും കാല ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്ക്. ഞാൻ വെറുതെ പറയല്ല, ഈ ഇരിക്കുന്ന ഓരോരുത്തരും ഒന്ന് ചിന്തിക്കുക. അവനവന്റെ സ്വന്തം ജീവിതം ഒന്ന് ചിന്തിക്കുക. എന്താ നമ്മുടെ ജീവിതത്തിന്റെ വല്ല അടിത്തറ ഒന്ന് ചിന്തിച്ചു നോക്കി. എത്ര വയത് നമ്മൾ കേട്ടവരാണ്, എത്ര പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടവരാണ്, എത്രയോ ദീനിൻ്റെതാകുന്ന ദഅവത്തുകൾ നമ്മൾ കണ്ട് മനസ്സിലാക്കിയവരാണ്, എത്രയോ മദ്രസയുടെ തരം വരെ നമ്മൾ പഠിച്ചവരാണ്. ഖുർആൻ നല്ലതുപോലെ ഓതാൻ അറിയാവുന്നവർ ഈ സദസ്സിലുണ്ട്. പക്ഷെ എത്ര ഖത്തം നമ്മൾ ഓതി തീർത്തിട്ടുണ്ട്. നമസ്കാരം നല്ലതുപോലെ കൃത്യമായി പഠിച്ചവരാണ് ഇരിക്കുന്നവരൊക്കെ. പക്ഷെ എത്ര നിസ്കാരം ഖളാക്കിയിട്ടുണ്ട്, എത്ര നിസ്കാരം കൃത്യമായി നിർവഹിച്ചവരുണ്ട്. വേണ്ട, ഒരു 2 റക്അത്ത് നിസ്കാരം പോലും നല്ലതുപോലെ വുളൂ ചെയ്ത് നല്ലതുപോലെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അവകാശപ്പെടാൻ ഈ ഉമ്മത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ? 2 റക്അത്ത് ഞാൻ അത് നല്ലതുപോലെ വുളൂ എടുത്തിട്ടാണ് നല്ല റാഹത്തായിട്ടാണ് നിസ്കരിച്ചത് പടച്ച റബ്ബേ എന്ന് പറയാൻ നമുക്ക് 2 റക്അത്ത് നിസ്കാരം പോലും ഇല്ല. അതിലെവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിലും ഒതു കൃത്യമായിട്ടുണ്ടാവില്ല, ഇല്ലെങ്കിൽ ഒതുവിന്റെ വെള്ളം അന്യൻ്റെതാകുന്ന പറമ്പിലെ തൊടിയിൽ നിന്ന് കട്ടെടുത്തതായിരിക്കാം.
അവന്റെ പൈപ്പ് തുറന്നു വെച്ചിട്ടായിരിക്കും. നമ്മൾ ഭക്ഷണം കഴിച്ചത് മറ്റൊരുത്തൻ്റെതാകുന്ന പറമ്പിൽ നിന്ന് വീണ് കിടക്കുന്നതാകുന്ന തേങ്ങ മോഷ്ടിച്ചെടുച്ചു കൊണ്ടുവന്നിട്ട് അതരച്ചിട്ട് കറി വെച്ചിട്ടായിരിക്കാം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മാങ്ങ എടുത്തത് അപ്പുറത്തെ വീട്ടിൽ കിടക്കുന്ന ചേട്ടന്റെ പറമ്പിൽ നിന്ന് എടുത്തതാണ് അല്ലേ? അവനോട് ചോദിക്കുന്നതിൽ അനുവാദം വാങ്ങാതെ എങ്ങനെ ഒരു മുസ്ലിമിന് ഇത് ഹലാലാവും? അനുവദിക്കപ്പെടും. ഹറാമായ ഭക്ഷണമല്ലേ സഹോദരൻ? എങ്ങനെ നമ്മുടെ നമസ്കാരങ്ങൾ സാധൂകരിക്കപ്പെടും? എങ്ങനെ നമ്മളുടെ പ്രാർത്ഥനകൾ കബൂലിയത്തുണ്ടാകും, സ്വീകാര്യത ഉണ്ടാകും? പറയിൻ. എങ്ങനെ സ്വീകാര്യത ഉണ്ടാകും? പറയിൻ. എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമുക്ക് രക്ഷപ്പെടണ്ടേ? ഇതൊക്കെ ദുന്യാവാണ്, ഇതൊക്കെ നീങ്ങിപ്പോകും. വാപ്പ മരിച്ചത് കണ്ടില്ലേ? ഉമ്മ മരിച്ചത് കണ്ടില്ലേ? കൂട്ടുകാര് മരണപ്പെട്ടത് പോയിട്ടില്ലേ? 20-25 വയസ്സുള്ളതാകുന്ന സഹോദരങ്ങൾ, നമുക്കിടയിൽ പന്ത് കളിച്ചും ക്രിക്കറ്റ് കളിച്ചും നടന്നതാകുന്ന ക്ലബിന്റെ ഭാരവാഹികൾ വരെ ആറടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോയത്. എന്റെ ചെറുപ്പക്കാരാ, നീ ചിന്തിക്കാത്തത്? നീ എന്തേ ഉൾക്കൊള്ളാതെ പോയത്? നീയും മരിക്കുമെന്നുള്ള ബോധം നിന്റെ ഹൃദയത്തിൽ നിന്നില്ലാതെ പോയത് എന്തുകൊണ്ട്? മംഗലാപുരത്തൊരു പാവപ്പെട്ടതാകുന്ന പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് അതിന്റെ ആദ്യ രാത്രിയിൽ നവവധുവിന് വരനോടൊപ്പം ജീവിതം പുൽകിക്കൊണ്ട് സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ട് നിലകൊള്ളവേ, പാതിരാത്രി സമയം ഏകദേശം 3 മണി സമയമായപ്പോ അറ്റാക്ക് വന്നുകൊണ്ട് മരണപ്പെട്ടു പോയതും ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പാണ്. നിങ്ങൾ എല്ലാവരും മീഡിയയിലൂടെ അറിഞ്ഞതാണ്. വലിയ പ്രായമൊന്നുമില്ല. ചിന്തിക്കണം നമ്മൾ. അള്ളാഹു ആ പൊന്നുമോൾക്ക് പരിപൂർണമായ മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആ കുടുംബത്തിന് ഖൈറായ പകരക്കാരെ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ചിന്തിക്കാൻ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാര് ചിന്തിക്കാൻ. മരണപ്പെടൂല എന്നുള്ള ചിന്ത നിനക്കുണ്ട്. ഏത് സമയത്തും എവിടെ വെച്ചും എപ്പോഴും ഏത് രീതിയിലും മരണപ്പെടാം, ആർക്കും വരാം. വിവാഹത്തിൻ്റെതാകുന്ന സുദിനം, വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ തന്റെ ഭർത്താവിനോടൊപ്പം ശയ്യവലംബിക്കുമ്പോഴുണ്ടായ സംഭവമാണ് മരണം. ആരെങ്കിലും പ്രതീക്ഷിക്കുന്നു? രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വളരെ സുസ്മേരവതയായി അടുക്കളയിലേക്ക് ചെന്ന് നല്ല ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ടെന്ന് ഭർത്താവിന് കൊടുക്കേണ്ടതാകുന്ന പൊന്നുമോൾക്ക് മരണം വരിക്കുകയാണ്. പിറ്റേ ദിവസം ഉമ്മറപ്പടിയിൽ കിടക്കേണ്ട അവസ്ഥ. നമ്മൾ ചിന്തിക്കണം. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ എന്താ? ഇതൊക്കെ നമ്മുടെ തൊട്ടടുകിൽ നടക്കുമ്പോഴും നമ്മളിപ്പോഴും കളിച്ചും രസിച്ചും നിലകൊള്ളുകയാണ്. നമ്മളിപ്പോഴും സിനിമയുടെ ലോകത്തിൽ. നേരത്തെ ബഹുമാന്യനാകുന്ന സഹോദരൻ അദ്ദേഹം നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മുടെ മക്കൾ ഇപ്പോഴും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ടിക്ടോക്കിലും ഒക്കെ നിറഞ്ഞാടിക്കൊണ്ട് നിലകൊള്ളുകയാണ്. ആത്മീയമാകുന്ന പരിപൂർണമാകുന്ന ശോഷണം നമ്മുടെ മക്കളിൽ സംഭവിച്ചു പോയി. ആരാണ് നമ്മൾ? ഏത് ഉമ്മത്താണ് നമ്മൾ? ഏത് സമുദായത്തിന്റെ ആളുകളാണ് നമ്മൾ? അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, നിങ്ങൾ തീർച്ചയായും മരണത്തെ പറ്റി ചിന്തിക്കണേ, മരണത്തെ പറ്റി ഓർക്കണേ, ഓർക്കണേ. ഇന്നൽ മുഅ്മിന ഇദാ അദ്നബ ദംബൻ കാനത് നുക്തതൻ സൗദാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മുഅ്മിനായ മനുഷ്യ, മുഅ്മിനായ സഹോദരാ സഹോദരി, നീ ഒരു തെറ്റ് ചെയ്താൽ അത് ഹൃദയത്തിൽ കറുത്ത പുള്ളിയായിട്ട് അവശേഷിക്കുകയാണ്, കറുത്തതാകുന്ന പാടായി മാറുകയാണ്. ഇനി ആ തെറ്റ് നീ അധികരിപ്പിച്ചാൽ ആ കറുത്ത പുള്ളിയും അധികരിക്കുകയാണ്, കറുകറുത്ത ഹൃദയമായി മാറപ്പെടുകയാണ്. എത്രയോ കറാത്തുകൾ ചെയ്തവരാണ് നമ്മൾ. വലത്തോട്ട് തുപ്പൽ തന്നെ കറാഹത്താണെന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധമായ ഇസ്ലാം. ഇടത് ഭാഗത്തേക്ക് തുപ്പണ എന്ന് പഠിപ്പിച്ച മതമാണ് വിശുദ്ധ ഇസ്ലാം. എത്രയോ തെറ്റുകളാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോകുന്നത്, എത്രയോ ഹറാമുകളാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു പോകുന്നത്, എത്രയോ നമസ്കാരങ്ങളാണ് നമ്മൾ ഖളാ വീട്ടാനുള്ളത്, എത്രയോ റമദാനിലെ നോമ്പുകളാണ് അടുത്ത റമദാൻ വന്നു ചേർന്നിട്ട് പോലും ഖളാ വീട്ടാതെ ശ്രദ്ധിക്കാതെ പോകുന്നത്. എത്രയോ സമ്പന്നരാണ് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ച വിളി കേൾക്കാതെ ഇപ്പോഴും കള്ളു കുടിച്ചും രസിച്ചും രമിച്ചും വീട് വെച്ചുകൊണ്ടും സമ്പത്ത് ചൂഷണം ചെയ്യുന്നത്.
ചെയ്യുന്നത്. എത്രയോ ആളുകളാണ് അള്ളാഹുവിന്റെ ദീൻ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നത്. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊള്ളുന്നവര്, സിനിമ കണ്ടുകൊണ്ട് നിലകൊള്ളുന്നവര്, സീരിയലിന് അടിമപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവര്, നല്ല നല്ല രാവുകൾ മുഴുവനും മോശമായ തരത്തിലേക്ക് കൊണ്ടുപോകുന്നവര്, ജീവിതം മുഴുവനും ആഘോഷപ്പൊലിമയിൽ കൊണ്ടു നടക്കുന്നവര്. രണ്ടാഘോഷങ്ങളെ മുസ്ലിമിനുള്ളൂ എന്ന് വിശുദ്ധമായ റസൂല് പഠിപ്പിക്കുകയാണ്. ഒന്ന് ചെറിയ പെരുന്നാളാണ്, മറ്റൊന്ന് ബലി പെരുന്നാളാണ്. പക്ഷെ ഇന്നത്തെ സർവ്വ യുവതി യുവാക്കളും എല്ലാം ആഘോഷമായി കൊണ്ട് നടക്കുകയാണ്. സ്വന്തം മക്കളുടേതാകുന്ന പ്രസവം ആഘോഷമാണ്, അവന്റെ ബർത്ത്ഡേ ആഘോഷമാണ്, വാപ്പയുടെയും ഉമ്മയുടെയും കല്യാണത്തിൻ്റെതാകുന്ന ഡേറ്റ് കുറിച്ചത് ആഘോഷമാണ്, അവരുടേതാകുന്ന ദിവസങ്ങൾ കടന്നു വരുന്നത് ഓരോന്നും ആഘോഷമാക്കി മാറ്റുകയാണ്. എല്ലാ ദിവസവും ആഘോഷ പൊലിമയാക്കാൻ മുസ്ലിം മാറിയിരിക്കുകയാണ്. ഒരു കല്യാണം വന്നാൽ അതിൽ തന്നെ എത്രയോ ആഘോഷങ്ങളാണ്. മൈലാഞ്ചി കല്യാണം എന്ന പേരിൽ എത്രയോ ആഘോഷങ്ങളാണ്, എത്രയെത്ര സമ്പത്താണ് പൊടിച്ചു കളയുന്നത്. കല്യാണത്തിന് കൂടുന്നവർക്ക് മുഴുവനും ഒരേ ഡ്രസ് കോഡാണ്. പുരുഷന്മാർ ഒരേ ഡ്രസ്, സ്ത്രീകൾ വേറൊരു മോഡൽ ഡ്രസ്, വിവിധമാകുന്ന ആഹാര പാനീയങ്ങൾ കൊണ്ടുവന്ന് ധൂർത്തും ദുർവ്യയവും നടത്തുന്നത് വേറെ. ഈ ഉമ്മത്തിനെ പറയിപ്പിക്കുകയല്ലയോ കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് വിശുദ്ധമായ ഖുർആൻ, നിങ്ങളാണ് ഏറ്റവും ഉത്തമ സമുദായമെന്ന് ഖുർആൻ അടയാളപ്പെടുത്തിയതാകുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന്റെ അവസ്ഥയാണ്. കള്ള് കുടിക്കുന്നവരെ, വ്യഭിചരിക്കുന്നവരെ, സിനിമ കണ്ടുകൊണ്ടും സീരിയൽ കണ്ടുകൊണ്ടും സിനിമാ പാട്ടുകൾ കേട്ടുകൊണ്ടും നിലകൊള്ളുന്നവരെ കല്യാണത്തിന്റെ രാവുകൾ മാത്രമല്ല അതിന്റെ മാസങ്ങൾക്ക് മുമ്പേ തുടങ്ങുകയാണ്. ഗാനമേള ട്രൂപ്പുകൾ സംഘടിപ്പിക്കുകയാണ്. കുടുംബങ്ങൾ മുഴുവനും അശ്ലീലതയാണ്, ലൈറ്റിന്റെ കോലാഹലങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് എന്തുകൊണ്ട് ഈ ഉമ്മത്ത് ഉൾക്കൊള്ളുന്നില്ല? ഏറ്റവും ലളിതമായി നടത്തപ്പെടുന്നതായ നിക്കാഹ്, അതിലാണ് ബറക്കത്ത് സഹാബ, അതിലാണ് ഐശ്വര്യം സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ മുഴുവനും തൃണവൽഗണിക്കുന്നവരല്ലയോ? ആ റസൂലുള്ളാഹിന്റെ വാക്കുകൾ മുഴുവനും ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഈ ഉമ്മത്ത് പോകുന്നത് എവിടേക്കാണ്? പാശ്ചാത്യരുടെ ശൈലി ഇതാ കടമെടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാണ്, ലയഅതിയന്ന അലാ ഉമ്മതി മാ അതാലാ ബനി ഇസ്രായീല ഹദ്വൻ നഅലി ബിന്നഅലി. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ 1400 വർഷം മുമ്പ് മദീന പള്ളിയിലിരുന്നുകൊണ്ട് ലോകത്തിന്റെ നായകൻ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, സഹാബ എന്റെ ഉമ്മത്തിന് തീർച്ചയായിട്ടും ഒരു കാലഘട്ടം കടന്നു വരും. സഹാബ അവരേത് കോലത്തിലെന്നറിയുമോ? പാശ്ചാത്യരുടെ ശൈലി അവർ അവലംബിക്കുകയാണ്. ആ പാശ്ചാത്യരുടെ ശൈലി പരിപൂർണമായി അവലംബിക്കുകയാണ്. എത്രത്തോളം ബുഫേ സംസ്കാരം ഇസ്ലാമിലുള്ളതാണോ, അതിഥികളെ സൽക്കരിക്കാൻ വിളിച്ചു വരുത്തിയിട്ട് അവനിഷ്ടമുള്ളതാകുന്ന ഭക്ഷണപാനീയങ്ങൾ എടുത്തിട്ട് നിന്നുകൊണ്ട് കഴിക്കുക എന്നുള്ള പദപ്രയോഗം തന്നെ വിശുദ്ധമായ ഇസ്ലാമിന് അന്യമല്ലയോ? ഇത് ഇന്ന് ഉമ്മത്ത് കൊണ്ടുവന്നില്ലയോ? വലിയ ഹാജിയാരാണ് പോലും, നാട്ടിലറിയപ്പെടുന്നതാകുന്ന വലിയ സമുന്നതരാകുന്ന പണക്കാരനാണ് പോലും. കാസർഗോഡുള്ള ചെറുപ്പക്കാരാ, കാസർഗോഡുള്ള ഹാജിയാരെ, അല്ലാഹുവിന്റെ കോടതിയിൽ തൗബ ചെയ്യാൻ പറ്റൂല. ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ തൗബ ചെയ്യണേ. മരണപ്പെടുമെന്നുള്ള ചിന്തയില്ലേ സോദരാ? എത്രയോ മോശമാണ്, എത്രയോ ആർഭാടമായി കൊണ്ടുവരുകയാണ്. ഈ അടുത്തിടെ നടന്ന ആഭാസങ്ങൾ എടുത്തു നോക്ക്. വധുവരന്മാര് കാണിക്കുന്നതാകുന്ന ആഭാസങ്ങൾ, അവരുടെ കൂട്ടുകാര് കാണിക്കുന്ന കൂത്തരങ്ങുകൾ, സ്വന്തം ഭാര്യയും ഭർത്താവിനെയും കൊണ്ടുവന്ന് ഇരുത്തുന്നത് ആനയുടെ പുറത്തിരുത്തിക്കൊണ്ട് ചെണ്ടമേള വാദ്യമങ്ങളോട് കൊണ്ടുവരുകയാണ്. ആരാണടാ നിനക്ക് ലൈസൻസ് നൽകിയത്? JCBയുടെ മുകളിലെത്തിക്കൊണ്ട് ഭാര്യ ഭർത്താക്കന്മാരെ കൊണ്ടുപോയാണ്, വധുവരന്മാരെ കൊണ്ടുപോയാണ്. ആരാണടാ നിനക്ക് ലൈസൻസ് നൽകിയത്? അവരെ കൊണ്ടുവന്നിട്ട് ക്ലോസേറ്റിന്റെ രൂപത്തിൽ കേക്കുണ്ടാക്കിക്കൊണ്ട് മലം തീറ്റിക്കുന്ന ചെറുപ്പക്കാരെ, വിശുദ്ധമായ ഇസ്ലാമിൽ പെട്ടതല്ല, ഇത് ഉമ്മത്തിന് ചേർന്നതല്ല.
അവിശ്വാസികളുടെ പ്രവർത്തനങ്ങൾ മുസ്ലിമേ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരരുത്. ഇതൊരു വേള അവിശ്വാസികൾ പോലും ചെയ്യാത്ത പ്രവർത്തനങ്ങളാണ്. ഈ കേരളത്തിൽ എത്രയെത്രതാകുന്ന മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ അവിശ്വാസികളാകുന്ന സഹോദര സമുദായത്തിൽപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ നിലകൊള്ളുന്നുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങൾ നിലകൊള്ളുന്നവരുണ്ട്, മതമില്ലാത്തവരുണ്ട്, നിരീശ്വരവാദികളുണ്ട്. എല്ലാവരും വൈകുന്നേരത്തെ ചാനലിൽ കയറിയിരുന്നിട്ട് മുസ്ലിമിനെതിരെ ശരവർഷമാണ്, മുസ്ലിമിനെ പറയിപ്പിക്കുകയാണ്. അവരാരും ചെയ്യാത്തതാകുന്ന പ്രവർത്തനങ്ങൾ, അവരാരും ഇത്തരത്തിലുള്ള മ്ലേച്ഛ പ്രവർത്തനങ്ങൾ ചെയ്യാറില്ല. മുസ്ലിമായ സഹോദരങ്ങൾ ഭക്ഷണത്തിന്റെ പേരും പറഞ്ഞിട്ട് മാലിന്യത്തിന്റെ രൂപത്തിൽ, ക്ലോസത്തിന്റെ രൂപത്തിൽ കേക്കുണ്ടാക്കിയിട്ട് അത് വരന്റെയും വധുവിന്റെയും ചുണ്ടിലേക്ക് തേച്ചു കൊടുക്കാൻ മാത്രം ഈ ഉമ്മത്ത് ഗതികെട്ട് പോയല്ലോ. നഊദു ബില്ലാഹ്. ഭർത്താക്കന്മാര്, കുടുംബക്കാര്, മാതാപിതാക്കൾ, കാരണവന്മാർ അള്ളാന്റെ മുന്നിൽ ഹിസാബ് പറയണം, നിർബന്ധമാണ്. അറിയണോ നിങ്ങൾക്കൊരു ചരിത്രം? ബഹുമാനപ്പെട്ട സമൂദ് ഗോത്രത്തെ പറ്റി, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ പറ്റി, സമൂദ് ഗോത്രത്തെ പറ്റി അള്ളാന്റെ ഖുർആൻ പറയുകയാണ്. ആ ഗോത്രക്കാരെ നശിപ്പിക്കാനുള്ള കാരണം എന്താണ്? പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പരിശുദ്ധമായ മദീനയുടെ തെക്ക് ഭാഗത്ത് 400 കിലോമീറ്റർ അപ്പുറത്തുള്ളതാകുന്ന ഹിജറ എന്ന പ്രവിശ്യയിലാക്കുന്ന ബഹുമാനപ്പെട്ടതാകുന്ന സാലിഹ് നബി അലൈഹിസ്സലാം ആ നാട്ടിലുള്ള സമൂദ് എന്ന ചെറിയ ഒരു ഗോത്രത്തിലേക്ക് കേവലം 5000-ഓളം വരുന്ന ജനങ്ങളിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബിയെ പറഞ്ഞു വിടുന്നത്. ബഹുദൈവ ആരാധകരാണ്. ഏകദൈവ വിശ്വാസം അവരിലേക്ക് പറഞ്ഞു കൊടുത്തപ്പോ ആ സമുദായം പറയുകയാണ്, ഞങ്ങൾ വിശ്വസിക്കണം െങ്കിൽ ആ കാണുന്ന പർവ്വതം നിന്ന് പ്രസവിക്കണേ, അതിൽ നിന്ന് ഒരൊട്ടകം കടന്നു വരണേ. ആ സമുദായം പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്ന പർവ്വതം പ്രസവിക്കണം, അതിനുള്ളിൽ നിന്ന് ഒരൊട്ടകം വന്ന് ആ ഒട്ടകത്തിന്റെ പാല് ഞങ്ങൾക്ക് ചുരത്തി തന്നാൽ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കാം, ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളാം. സാലിഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ എന്റെ ഉമ്മത്താകുന്ന ഈ സമൂദ് ഗോത്രക്കാർ വൈലാ സമൂദ അഖാഹും സാലിഹാ. സാലിഹ് നബി അലൈഹിസ്സലാം പടച്ചറബിനോട് പറഞ്ഞു, അല്ലാഹുവേ എന്റെ ഉമ്മത്താകുന്ന ഈ സമൂഹം അവർ വിശ്വസിക്കണമെങ്കിൽ ആ കാണുന്ന പർവ്വതം ഒന്ന് പ്രസവിക്കണേ അല്ലാ, അതിൽ നിന്ന് ഒട്ടകം പുറപ്പെടൽ നിർബന്ധമാണ്. ഒട്ടകം പുറപ്പെട്ടാൽ മാത്രം പോരാ, ആ ഒട്ടകത്തിന്റെ പാലിവർക്ക് കുടിക്കുകയും വേണം, എങ്കിലേ നിന്നെ കൊണ്ട് വിശ്വസിക്കൂ എന്നാണ് പറയുന്നത്. എന്തിനാ ഈ ചരിത്രം പറയുന്നത്? ഒരാളെ തെറ്റ് ചെയ്യുമ്പോ ബാക്കിയുള്ളവരൊക്കെ അനങ്ങാതിരുന്നാൽ, നമ്മുടെ മക്കളല്ലേ ചെയ്യുന്നത്, അവര് ഉസ്താദെ കല്യാണത്തിന് അങ്ങനെ ഇങ്ങനെ കാണിക്കുന്ന, അതിനിപ്പോ നമ്മളെന്താ ചെയ്യാൻ പറ്റുക? അവര് കുറെ കൂട്ടുകാർ കൂടിയിട്ട് അങ്ങനെയല്ല. വാപ്പായും ഉമ്മയും കുടുംബത്തില് പ്രായം ചെന്നവരും ഒക്കെ പ്രതികരിക്കണം, യുവാക്കൾ പ്രതികരിക്കണം, രംഗത്ത് വരണം, കർശനമായിട്ട് വിലക്കേർപ്പെടുത്തണം. ഇത്തരത്തിലുള്ള പടക്കം പൊട്ടിയും പരിപാടികളും ആഭാസമൊന്നും ഇവിടെ പറ്റില്ല, ദൂർത്ത് പാടില്ല എന്ന് കർശനമായിട്ട് പറയണം. അവിടെയാണ് ദീൻ. അങ്ങനെ പറഞ്ഞില്ല എങ്കിൽ അവർക്കെല്ലാവർക്കും ശിക്ഷയുണ്ടാകുമെന്നുള്ള ചരിത്രമാണ് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. മനസ്സിലായിക്കോ? സമൂദ് ഗോത്രത്തെ പരിപൂർണമായി അള്ളാഹു ഉന്മൂലനം ചെയ്യാനുള്ള കാരണം തന്നെ അവരിൽ ഒരാൾ തെറ്റ് ചെയ്തതിന്റെ കാരണത്താലാണ്. ചരിത്രം പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ചെയ്ത തെറ്റിന്മേൽ ആ സമൂഹത്തെ മുഴുവനും 5000-ഓളം വരുന്ന ജനങ്ങളെ മുഴുവനും അള്ളാഹു ഇല്ലാതാക്കി. എന്താ ചെയ്ത തെറ്റ്? ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം ജനങ്ങളുടെ ആവശ്യപ്രകാരം ആ കാണുന്ന പർവ്വതത്തിന്റെ ഇടയിൽ നിന്ന് ഒരൊട്ടകത്തെ പ്രസവിക്കപ്പെടണം, പർവ്വതം പ്രസവിക്കണം, പർവ്വതം പ്രസവിക്കണം. പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് എന്ത് വരണം? ഒട്ടകം വരണം. ആ ഒട്ടകത്തിന്റെ പാല് കുടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കൂല. അതാണ് അവരുടെ വാദം. സാലിഹ് നബി അലൈഹിസ്സലാം ആ പാറക്കെട്ടിന്റെ ഇടയിലേക്ക് നീങ്ങി നിൽക്കുകയാണ്. ഖുർആൻ പഠിപ്പിക്കുകയാണ്. ആ പാറക്കെട്ടിലേക്ക് വിരലങ്ങ് ചൂണ്ടുകയാണ്. സുബ്ഹാനല്ലാഹ്. പാറക്കെട്ട് 9 മാസം 10 ദിവസവും ഗർഭം ചുമക്കുന്നതാകുന്ന ഒരു ഉമ്മ പ്രസവവേദന എങ്ങനെയാണോ ഉണ്ടാകുക, അതേപോലെയുള്ള വേദനയും വിഷമവും അതേപോലെയുള്ളതാകുന്ന ശബ്ദവും ഒക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകം പ്രസവിക്കപ്പെടുകയാണ്.
ആ ഒട്ടകത്തിന്റെ പാല് ഇവർ ജനങ്ങൾ മുഴുവൻ ആളുകളും കുടിക്കുകയാണ്. 5000-ഓളം വരുന്ന ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സാലിഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ, അതിന്റെ കുടിനീരും നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ ഒട്ടകത്തെ കൊന്നുകളയരുത്, ഇതിനെ നിങ്ങൾ ഗൗരവമായി കാണണം. ഇത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. ആ കാണുന്നതാകുന്ന അരുവി ചൂണ്ടിയിട്ട് പറഞ്ഞു, ആ അരുവിയിൽ നിന്ന് ഒരു ദിവസം നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഒരു ദിവസം ഒട്ടകത്തിന്റെ ദിവസം, ഒട്ടകത്തിന് മാത്രമേ വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. അവർക്കൊരു പരീക്ഷണമായിട്ട് കൊടുത്തു. എല്ലാവരും അംഗീകരിച്ചോ? എല്ലാവരും അംഗീകരിച്ചു. 5000-ഓളം വരുന്ന ആളുകളുണ്ട്. സമൂദ് ഗോത്രം. മലഞ്ചെരുവിൽ പാറ തുരന്നിട്ട് അതിനുള്ളിൽ കഴിഞ്ഞുറങ്ങുന്നവരായിരുന്നു അവർ. അവരുടെ വീട് എവിടെയാണ്? വലിയ മലകൾ തുരന്നിട്ട് അതിനുള്ളിലാണ് കടന്നുറങ്ങുന്നത്. അത്ര ഭയങ്കര ശക്തിയുള്ള ടീംസാണ്. ഖുർആൻ പറയാണ് അവരെ പറ്റി, അവരെ പറ്റി പറയാം. അങ്ങനത്തെ ആളുകളെ ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒട്ടകത്തിന്റെ പാല് കിട്ടും. പക്ഷെ ഒരു കാര്യം മാത്രം, ഒരു ദിവസം നിങ്ങൾക്ക് വെള്ളം എടുക്കാം ആ കാണുന്ന അരുവിയിൽ നിന്ന്. അടുത്ത ദിവസത്തേക്ക് വേണ്ടത് വേണം, സൂക്ഷിച്ചു വെച്ചോ. പിറ്റേ ദിവസം ഒട്ടകത്തിന്റെ. അങ്ങനെ ഊഴം നിശ്ചയിച്ചു കൊടുത്തു. സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകം ഒരു ദിവസം വെള്ളം കുടിക്കും, അടുത്ത ദിവസം ഇവര് വെള്ളം കുടിക്കും. ഒട്ടകത്തിന്റെ വെള്ളം കൂടി അറിയാവില്ല, ന്യായമായിട്ട് സ്റ്റോക്ക് ചെയ്യും. അങ്ങനെ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോയി, ദിവസങ്ങൾ നീണ്ടുപോയി. ഒരു ദിവസം എത്തിയപ്പോ കുറച്ചാളുകൾക്ക് കള്ളു കുടിക്കാൻ നേരത്ത് അതിൽ ഒഴിക്കാൻ വെള്ളമില്ല. ഒരാളും വിശ്വസിച്ചില്ല. സാലിഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ഒട്ടകം ഇങ്ങനെ പാറക്കെട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട് അവരാരും ഇസ്ലാം മതം പുലുകിയോ? അതുമില്ല. വിശ്വാസം പുലുകിയില്ലെന്ന് മാത്രമല്ല, കള്ളിൽ ചേർക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോഴത്തേക്കും അവരിൽ ഒരാൾ നേരെ ചെന്നു ഈ ഒട്ടകത്തെ കൊന്നുകളയാൻ വേണ്ടി തുനിഞ്ഞു. കാരണം ഒട്ടകത്തിന്റെ മുതുകിൽ വെള്ളം സൂക്ഷിക്കപ്പെടുമല്ലോ, അതെടുക്കാന്നുള്ളത്. ഒട്ടകത്തെ അദ്ദേഹം വലിയ വാളുകൊണ്ട് വെട്ടി വീഴ്ത്തി. ഖുർആൻ അതിന് പറഞ്ഞത് ഫഅഖറൂഹ എന്നാണ് പറഞ്ഞത്. അവർ അതിനെ കൊന്നുകളഞ്ഞു എന്നാണ്. യഥാർത്ഥത്തിൽ ഒരാളാണ് കൊന്നത്. പക്ഷെ ആ ജനങ്ങളുടെ മുഴുവൻ ആളുകളുടെ മേൽ കുറ്റം ചാർത്തപ്പെട്ടു. എന്തുകൊണ്ട്? മുഫസ്സിരീങ്ങൾ പറയുന്നു, അവരെല്ലാവരും പരിപൂർണമായി സമ്മതം പുൽകി നിൽക്കുകയായിരുന്നു. എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല. ആർക്കും ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞതിൽ ആർക്കും ഒരു വിഷമമൊന്നുമില്ല. മാനസികമായിട്ട് എല്ലാവരും അതിനോട് പൊരുത്തപ്പെട്ട് നിലകൊള്ളുകയായിരുന്നു. ഏതുപോലെ കല്യാണ വീടുകളിൽ നടക്കുന്നതാകുന്ന കൂത്തരങ്ങുകൾക്ക് മാതാപിതാക്കൾ അവിടെ ഉണ്ട്. അപ്പൊ ഷുഗർ പിടിച്ച് 190 ഷുഗറിലെത്തി നിൽക്കുകയാണെങ്കിലും കുറച്ച് ഐസ്ക്രീം ഒക്കെ തോണ്ടി ചുണ്ടിൽ വെച്ചുകൊണ്ട് വാപ്പയുടെ മൂലയ്ക്ക് ഇരിക്കുകയാണ്. ഇതിനെപ്പറ്റി പ്രതികരിക്കുന്നൊന്നുമില്ല. വാപ്പാക്ക് എപ്പോഴും റാഹത്ത്. പൂത്തിരിയൊക്കെ വാപ്പാടെ കൈ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വാപ്പ പൂത്തിരിയൊക്കെ കത്തിച്ചൊരു മൂലയ്ക്ക് ഇരിപ്പുണ്ട്. ഉമ്മ അപ്പുറത്തും ഒപ്പനപ്പാട്ടും ഒക്കെ വലിയ താളം പിടിച്ചോണ്ട് ഉമ്മ ഉപ്പുണ്ട്. ഉമ്മാക്ക് ഒരു കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് അടയ്ക്ക ഇങ്ങനെ ചുണ്ടിൽ വെച്ച് കൊടുത്തായി ചവച്ചോണ്ടിരിപ്പുണ്ട്. ഉമ്മാക്കും പ്രശ്നമില്ല, വാപ്പാക്കും വിഷയമില്ല. പിന്നെ ആർക്ക് പ്രശ്നം? പിന്നെ നാട്ടുകാർക്ക് പ്രശ്നമുണ്ടോ? നാട്ടുകാരെല്ലാവരും ഇങ്ങനെ മാറി നിന്ന് കുറ്റം പറയും. വന്നിട്ട് നല്ല മട്ടനും ചിക്കനും ഒക്കെ അടിച്ചിട്ട് അല്ല ഇദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ച് സൂപ്പർ കല്യാണം കേട്ടോ. നമ്മുടെ നാട്ടിൽ പെരുങ്ങാടിയിൽ ഇങ്ങനത്തെ ഒരു കല്യാണം നടന്നില്ല. സൂപ്പർ പരിപാടി, അടിപൊളി, റാഹത്ത്, അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ അപ്പുറത്തോട്ട് പള്ളിയിലെ മുസ്ലിയാരെ കാണുമ്പോൾ പറയും, അതെ എന്റെ റബ്ബ് ഉസ്താദ് പോയി നോക്കണം, എന്റെ റബ്ബെ ഒന്നും പറയണ്ട, പെണ്ണുങ്ങളവിടെ കിടന്ന് അങ്ങനെ മറിയും. മറ്റേത് വയറ്റി കിടപ്പുണ്ട്, മട്ടനും ചിക്കനും വയറ്റി കിടക്കും. ഇവിടം വരെ ഹൽക്കിന് വരെ നിന്നിട്ട് ഹൈവാൻ ഇത് പറയുന്നത്. ഉസ്താദിനെ സ്ക്രൂ ചെയ്യുക പതുക്കെ. ഇതാ പരിപാടി. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നാ ഇപ്പം കല്യാണത്തിന് പോകാതിരിക്കുവോ? അതൊന്നുമില്ല. കല്യാണം അടുത്ത വേറെ കല്യാണം പിറ്റേ ദിവസം ഉണ്ട് ഇതേപോലത്തെ. അവിടെയും പോയി ഇതുപോലെ കഴിച്ചതിന് ശേഷം എന്നിട്ട് മാറി നിന്ന് വെളിയിൽ നിന്ന് പല്ല് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഇറച്ചി വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തല്ലേ എത്ര ലൈറ്റ്, എത്ര ലക്ഷം, എത്ര പാവങ്ങളെ കെട്ടിക്കാല്ലേ. ആ പിള്ളേർ കൊടുത്തിരുന്ന, ആ ക്ലബിലെ പുറത്ത് കൊടുത്തിരുന്ന എത്ര പൈസ, എത്ര രൂപകൾ പൊടിച്ചത്. മാറി നിന്നിട്ട് പല്ല് കുത്തി ഒരു വാക്ക് പറയുന്നുണ്ടോ? ആചാര്യതേ നിങ്ങൾ ഈ കാണിച്ചത് വളരെ തെറ്റാട്ടോ. ഇസ്ലാമികപരമായിട്ട് വളരെ, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. ഒരാൾ പറയാൻ തയ്യാറുണ്ടെങ്കിൽ ഒരൊറ്റ ഹാജിയാക്കന്മാർ ഇതുപോലെ ചെയ്യൂല. ഒരാൾ പറഞ്ഞാൽ മതി, ഒറ്റൊരുത്തം പറയുന്നില്ല. ഞാൻ പറഞ്ഞു എല്ലാവരും അംഗീകാരം മൂളി ഇങ്ങനെ പോവുക, പതുക്കെ പതുക്കെ അനങ്ങാതെ. നല്ല മട്ടനും അടിച്ചിട്ട് ഹാജിയാരെ കാണുമ്പോൾ ഹാജിയാരെ സൂപ്പർ കല്യാണം,
നമ്മുടെ ഈ ഏരിയ ഉപ്പള പരിസരത്ത് ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല. അടിപൊളി കല്യാണം, ഭയങ്കര പരിപാടിയാണ്. ഇത് പറഞ്ഞിട്ട് പോവുക, ലക്ഷങ്ങൾ കോടികളിവിടെ പൊതിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോഴും ഒരാൾ പോലും എതിർപ്പില്ല. ഇതല്ലേ സമൂഹത്തിൽ നടക്കുന്നത്? അദാബ് വരും, അല്ലാഹു ആക്കട്ടെ. അങ്ങനെ അദാബ് ഇറങ്ങിയതാ. കേട്ടോ കേട്ടോ, ഖുർആൻ പറയാൻ ويا قوم هذه ناقة الله لكم آية فذروها تأكل في الأرض ولا تمسوها فيأخذكم عذاب قريب. ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാം ഒട്ടകത്തെ അവരിലേക്ക് നൽകിക്കൊണ്ടവരോട് പറയുകയാണ്, ഒട്ടകത്തെ സൂക്ഷിക്കണേ, ഈ ഒട്ടകത്തിന്റെ കുടിനീരും ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അതിന് അല്ലാഹു നൽകപ്പെട്ടതാകുന്ന ദിവസത്തിൽ അതിന്റെ കുടിനീരിന്റെ ഭാഗത്തേക്ക് നിങ്ങൾ പോകരുതേ. ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ്, ഒട്ടകമാണ്. നാഖത്തല്ലാഹി വസുഖിയാഹാ. ലോകത്ത് ഒരുപാട് ഒട്ടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ചരിത്രത്തിൽ ഇടം നേടിയ ഒട്ടകം ബഹുമാനപ്പെട്ട സാലിഹ് നബിയുടെ ഒട്ടകമാണ്. കാരണം ഈ ഒട്ടകത്തെ പറ്റി അള്ളാഹു പറഞ്ഞത് ഇത് അള്ളാഹുവിന്റെ ഒട്ടകമാണ്, ഒട്ടകമാണ്. സാലിഹ് നബി അലൈഹിസ്സലാമിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിക്കാൻ വേണ്ടി ജനങ്ങൾ പടച്ച റബ്ബിനോട് പറഞ്ഞപ്പോ പാറക്കെട്ടിന്റെ ഇടയിൽ നിന്ന് അള്ളാഹു പുറപ്പെടുവിച്ച ഒട്ടകമാ നാഖത്തല്ലാഹി വസുഖിയാഹാ. ഈ ഒട്ടകത്തെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് സാലിഹ് നബി അലൈഹിസ്സലാം സമൂഹത്തോട് പറഞ്ഞിട്ട് പോലും അവരിൽ നിന്ന് ഒരു വ്യക്തി ഇറങ്ങി തിരിക്കുകയാണ്. കള്ളിൽ വെള്ളം ചേർക്കാനില്ലാതെ വന്നപ്പോ ആ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് ഈ ചരിത്രം പറയുമ്പോ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, മൻ അശ്ഖൽ ഖൗമി യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, ലോകത്തെ ഏറ്റവും പരാജയമുള്ള വ്യക്തി ആരാണ്? ഏറ്റവും വലിയ ഗുണ്ടയാരാണ്? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്. ലോകത്തിന്റെ നായകനെ പറയുകയാണ്, ഖുദാർ ബിൻ സാലിഫ് അല്ലദീ ഹഖറ നാഖത്തല്ലാഹ്. സമൂദ് ഗോത്രത്തിന്റെ തലവനായിരുന്ന ആ ഗോത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട വ്യക്തിയായ ഖുദാർ ബിൻ സാലിഫ് എന്ന മനുഷ്യനാണ് ലോകം കണ്ട ഏറ്റവും വലിയ തെമ്മാടി. കാരണം അവൻ സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഒട്ടകമായ അള്ളാഹുവിന്റെ ഒട്ടകത്തെ കൊന്നുകളഞ്ഞവനാ. ആ സമുദായത്തെ മുഴുവനും നശിപ്പിക്കാൻ കാരണക്കാരനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സാലിഹ് നബി അലൈഹിസ്സലാമിനും സമൂഹത്തിനും നൽകിയതായ ഒട്ടകത്തെ കൊന്നുകളഞ്ഞപ്പോ ഖുർആൻ അവരെ പരിചയപ്പെടുത്തിയത് ഫഖറുഹാ. അവർ മുഴുവൻ ആളുകളും ഒട്ടകത്തെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് തന്നെ അല്ലാഹു അവരെ നശിപ്പിക്കാൻ തുനിയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാലിഹ് നബി മുഖേന അവരോട് പറയുകയാണ്, യാ ഖൗം, അല്ലയോ സമൂഹമേ, സമൂഹമേ, കേവലം 3 ദിവസം മാത്രമാണ് നിങ്ങൾക്ക് ഇനി ലോകത്ത് ജീവിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളെ ഇതാ അല്ലാഹു പരിപൂർണമായി ഉന്മൂലനം ചെയ്യാൻ പോയാ. നിങ്ങളിൽ ഒരാൾ ചെയ്ത തെറ്റ് കാരണം നിങ്ങൾ എല്ലാവരും സമ്മതം മൂളി നിലകൊണ്ടില്ലേ? അത് കാരണമായിട്ട് പരിപൂർണമായി നശിപ്പിക്കാൻ പോയാണ്. ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, 1ാമത്തെ ദിവസം പുലർന്നപ്പോൾ തന്നെ അവരുടെ മുഖകമലം മുഴുവനും പരിപൂർണമായി മഞ്ഞ നിറമായി മാറുകയാ. 2ാമത്തെ ദിവസം എത്തിയപ്പോ 5000-ഓളം വരുന്ന ജനങ്ങളുടെ മുഖം മുഴുവനും ചുവപ്പ് നിറമായി മാറിയത്രേ. 3ാമത്തെ ദിവസം പ്രഭാത പൊട്ടി പുലർന്നപ്പോ ജനങ്ങൾ പരസ്പരം നോക്കിയിട്ട് തിരിച്ചറിയുന്നില്ല. മുഖം മുഴുവനും കറുത്തു പോകുകയാണ്, കറുകറുത്തു പോകുകയാ. നഊദു ബില്ലാഹ് ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്, ഒരിക്കലും തന്നെ കളവാക്കപ്പെടുകയില്ല. അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 3 ദിവസങ്ങൾ മാത്രമാണ് ഈ ലോകത്ത് അവർ ശേഷിച്ചത്. 1ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ മുഖം വല്ലാതെ മഞ്ഞ നിറമായി, 2ാമത്തെ ദിവസം വന്നപ്പോൾ വല്ലാത്ത ചുവപ്പ് നിറമായി, 3ാമത്തെ ദിവസമായപ്പോ മുഖം മുഴുവൻ ആളുകളുടെയും കറുപ്പ് നിറമായി മാറിയത്രയെന്ന് ഹബീബുനാ ശഫീഉ
شفيعنا رسول الله فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها. സൂറത്തു ശംസ് പരിശോധിച്ചു നോക്ക് ചെറുപ്പക്കാരാ, അതിന്റെ അവസാന ഭാഗം അള്ളാഹു വ്യക്തമാക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ അട്ടഹാസത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആല 5000-ഓളം വരുന്ന സമൂദ് ഗോത്രക്കാര് മദീനയിലെ തെക്കുള്ളതാകുന്ന 400 കിലോമീറ്റർ തെക്കുള്ളതായ ഹിജ്റ എന്ന പ്രവിശ്യയിലെ സമൂദ് ഗോത്രക്കാരെ പരിപൂർണമായി അള്ളാഹു ഇല്ലാതാക്കുകയാ. അവരെ കീഴ്മേൽ അള്ളാഹു മറിച്ചിട്ട് എല്ലാവരെയും കൊന്നുകളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തിന്റെ പേരിലാണ് ഈ ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിക്ക് നൽകപ്പെട്ട വിശുദ്ധമായ ഖുർആനിൽ നൽകിയിട്ടുള്ളത്? 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചു പോയ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മുമ്പ് ഈ ലോകത്തേക്ക് ദഅവത്തുമായി കടന്നു വന്നതായ സാലിഹീനുടെ ചരിത്രം എന്തിനാണ് വർഷങ്ങൾക്ക് ഇപ്പുറം ഖുർആനിൽ അല്ലാഹു സ്ഥിരപ്പെടുത്തിയത്? ഈ ഉമ്മത്തിനെ പഠിക്കാനാണ്, പാഠം ഉൾക്കൊള്ളാനാണ്. തെറ്റുകൾ കാണുമ്പോ അത് പരിപൂർണമായി തൃണവൽഗണിച്ചുകൊണ്ട് നിലകൊള്ളണേ, അവരെ നന്മ കൊണ്ട് കൽപ്പിക്കണേ, തെറ്റ് ചെയ്യരുത് എന്ന് പരിപൂർണമായി പറഞ്ഞു വിലക്കണേ. ഇത് മുഅ്മിനിന്റെ ബാധ്യതയാണ്. എപ്പോഴാണ് യഥാർത്ഥ ഉത്തമമായ സമുദായമാകുന്നത്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കൽ കൊണ്ട് മാത്രമല്ല, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാ യഥാർത്ഥ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവനായി തീരുക, യഥാർത്ഥ ഉമ്മത്തിൽ ഉൾപ്പെടുക, അത്യുത്കൃഷ്ടരാകുന്ന ഉമ്മത്താകുക എന്ന് വിശുദ്ധമായ ഖുർആൻ. അപ്പോഴാണ് യഥാർത്ഥ ഉമ്മത്തിയങ്ങൾ ഉൾപ്പെടുന്നത്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. തെറ്റ് കാണുമ്പോൾ മിണ്ടാതിരിക്കലല്ല വാപ്പ ചെയ്യേണ്ടത്, വല്ലിപ്പ ചെയ്യേണ്ടത്, ഉമ്മ ചെയ്യേണ്ടത്. അവനത് ചെയ്യാൻ പാടില്ല, വിലക്കേർപ്പെടുത്തണം കർശനമായിട്ട്. കാരണം ഇത് കളിയും തമാശയല്ല. ഇന്ന് മുഅ്മിനീങ്ങളെല്ലാം ആഘോഷമാക്കി കൊണ്ടുപോകാം. കാണുന്നതൊക്കെ ആഘോഷം. ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ മാത്രമാണ് മുഅ്മിനിന്റെ ആഘോഷം. അത് തന്നെ ഇസ്ലാമികമായിട്ടാകണം. ഇത് കാണുന്നതൊക്കെ കേക്ക് മുറിക്കുക. കൊറോണ വന്നപ്പോ എല്ലാരും ഇരുന്ന് പഠിച്ച് കേക്ക് വെക്കാൻ. ഇപ്പൊ അള്ളാഹത്ത് മൊത്തം കേക്ക് ഉണ്ടാക്കുക, ഇതന്നെ പരിപാടി. കാണുന്നതിലൊക്കെ എല്ലാ ദിവസവും കേക്ക് മുറിച്ചിട്ട് ചുണ്ടത്തേക്ക് വെക്കുക. അവസാനം കേക്ക് മുറിച്ച് ക്ലോസറ്റിന്റെ രൂപത്തിൽ വരെ കേക്കായി എന്ന് പറഞ്ഞാൽ ഈമാൻ പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അഹങ്കാരം അതാണ് പറ്റുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പല്ലിനിടയിൽ ഇറച്ചിയിരിക്കുന്നവരൊക്കെ ഇത്തരത്തിലുള്ള കുത്തലുള്ളൂ എന്ന് പണ്ട് കാലത്ത് പറയും. കറക്റ്റാണ്. പണ്ട് കഞ്ഞിയും പയറും വെച്ച് നടന്നപ്പോ ഈ സോക്കേടൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഇച്ചിരി പണവും പുത്തമ്പണവും വന്നപ്പോഴത്തേക്കും വലിയ സോക്കേട് ഇളകിയവനാണ്. അവനെ അഹങ്കാരം കാണിക്കണം. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അനങ്ങാതെ പള്ളിയുടെ മൂലയ്ക്ക് വന്നിരുന്നിട്ട് ഉസ്താദേ രാഹുലെ ചെല്ലാൻ വല്ല ഇജാദത്തുണ്ടോ മുസ്ലിയാരെ ചോദിച്ചിട്ട് 100 എണ്ണം ചെല്ലി ഹൈവാൻ അവിടെ മൂലയ്ക്കിരുന്ന് ചെല്ലി ഒരു വിധത്തിൽ പൊയ്ക്കോളും. പണം കൂടിയപ്പോ പള്ളിയും വേണ്ട, പള്ളിക്കാരൻ വേണ്ട, ദീനും വേണ്ട, ദീനിനെ സഹായിക്കുന്നുമില്ല, പാവങ്ങളുടെ കണ്ണീരപ്പൊന്നുമില്ല. ചോദിച്ചാൽ അവർക്കൊക്കെ 500. ദീനിനെ സഹായിക്കുന്ന ആൾക്കാരൊക്കെ 500. ആകെ കൂടി പള്ളിയിൽ റമദാൻ കഴിഞ്ഞിട്ട് ആകെ പെരുന്നാളിൽ ഉസ്താദിന് കൈമടക്ക് കൊടുക്കും. അത് തന്നെ 10ന്റെ 10 നോട്ട് എടുത്തിട്ട് റൗണ്ട് ചെയ്തിട്ട് മുസ്ലിയാർക്ക് കൊടുക്കും. മുസ്ലിയാരുടെ കൈലോട്ട് പിടിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും കട്ടിയുള്ളത് കിട്ടിക്കോട്ടെ. മുസ്ലിയാർ കാര്യമായിട്ട് എന്തോ തകർന്നെന്നും പറഞ്ഞ് പോക്കറ്റ് ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി എണ്ണി നോക്കുമ്പോൾ ഉണ്ട് 100 രൂപ ഹവാൻ തന്നത്. അതാ വലിയ കാര്യമായിട്ട് 10ന്റെ 10 നോട്ട് എടുത്ത് റൗണ്ട് ചെയ്ത് പിടിപ്പിക്കുക. ആ വേറെ എന്തെങ്കിലും കാര്യത്തിന് ചോദിക്കണം. നാട്ടിലൊരു സിനിമാ നടൻ വരുന്നുണ്ട്, അയാൾക്ക് ഇന്നത് വാങ്ങിച്ചു കൊടുക്കണം. എന്റെ വക 5 പവൻ ഹാജിയാർ സുലൈമാൻ ഹാജി വായിരുന്നു, പേര് പറ, പത്രത്തിൽ കൊടുക്കും. പണം കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ. മനസ്സിലാക്കണം ഇവിടെ. അപ്പൊ ഇവന്റെ ഉള്ളിലിരിപ്പെന്താ? ദീനിനോടുള്ള മഹബത്തുണ്ടോ? ഇഖ്ലാസ് ഉണ്ടോ? അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും പാവപ്പെട്ടവരുടെ കണ്ണീരപ്പാനും നിരാലംബര കമലംബമാകാനും ദീനിന്റെതാകുന്ന ആളുകൾക്കും ഷിആറുകൾക്കും ഇവൻ എത്രത്തോളം പണം ചെലവഴിച്ചിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ കാണുന്ന ഗാനമേള ട്രൂപ്പുകൾക്കും അശ്ലീലതകൾക്കുമൊക്കെ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിക്കാൻ ഈ ഉമ്മത്തിന്റെ പ്രഗത്ഭരാകുന്ന പണഭൂതികന്മാര് കടന്നു വന്നിട്ടില്ലേ? പണച്ചാക്കുകൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എത്ര ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നത്. ഗരിമ ഉണ്ടാകണം, പെരുമ ഉണ്ടാകണം, 10 ആൾ അറിയണം.
എന്റെ പേരൊന്നും പറയല്ലേ മുസ്ലിയാരെ, പേരൊന്നും പറഞ്ഞേക്കല്ലേ. അവസാനം മുസ്ലിയാർ വാത് പറയാൻ സ്റ്റേജിൽ കയറി കഴിയുമ്പോഴത്തേക്കും പേര് പറഞ്ഞു കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും പേര് ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, 50,000 തന്നു. പേര് പറയണ്ടെന്ന് ആദ്യം 50 വട്ടം പറഞ്ഞായിരുന്നു, ലാസ്റ്റ് പറയാണ് പേരൊന്നും പറഞ്ഞേക്ക്. ഇതാ നമ്മുടെ അവസ്ഥ. പറഞ്ഞ പേര് പറയുക, അതാണ് ഉദ്ദേശം. ഖലാസ് പോയില്ലേ? നമ്മളുടെ അമൽ എവിടെയാ? ആകെ കൂടി കൊടുക്കുന്നവന്റെ കാര്യമായി പറയുന്നത്. കൊടുക്കുന്നവൻ പേര് പറഞ്ഞേ മതിയാകൂ. അങ്ങനത്തെ അവസ്ഥയിലേക്ക് രോഗമെത്തി. അള്ളാഹു നമ്മളെ കാക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് മുസ്ലിം എത്തിച്ചേർന്നത്? ഇഖ്ലാസോടുകൂടി 1 രൂപയെങ്കിലും പാവപ്പെട്ടവർക്ക് കൊടുത്തവർ ഈ ഉമ്മത്തിലുണ്ടോ? പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഴമയിലേക്ക് പോകണേ. നമ്മളൊന്നും എവിടെ എത്തിയിട്ടില്ല, ഒരു നന്മയും ചെയ്തിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ, ഒരു 2 റക്അത്ത് നിസ്കാരം പോലും നമുക്കില്ല. മരിക്കുമെന്നുള്ള ഒരു ബോധമോ ചിന്തയോ പോലും ഇന്നത്തെ ഉമ്മത്തിന്റെ സമുദായത്തിന്റെ ഇടയിൽ ഇല്ലാത്ത അവസ്ഥ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകം മുഴുവനും പരിപൂർണമായി അള്ളാഹു ഇല്ലാതാക്കും. ഉറപ്പാണ്. അവസാന കാലഘട്ടം കടന്നു വരുമ്പോ ലോകത്തുണ്ടാകുന്ന ജനവിഭാഗങ്ങൾ മുഴുവനും അല്ലാഹ് എന്ന് പറയാൻ പോലും വിലക്കപ്പെട്ടവരാണ്. അല്ലാഹ് എന്ന വാക്ക് പോലും ഉച്ചരിക്കാത്ത അവസ്ഥയിലേക്ക് ഈ ലോകം എത്തിപ്പെടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി قال رسول الله صلى الله عليه وسلم, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ലാ തഖൂമു സ്സഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് എന്ന് പറയാൻ പോലും ഒരാളില്ലാത്ത സാഹചര്യം ഈ ലോകത്തിനെത്തിപ്പെടുമേ. അന്ന് ഈ ലോകത്തിന്റെ അവസാനമാണ്, ലോകാവസാനമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമ്മുടെ മക്കളിൽ എത്ര പേര് അല്ലാഹ് എന്ന് 10 വട്ടം വിളിക്കുന്നത് വാപ്പമാര് കേട്ടവരുണ്ട്? വാപ്പ 10 വട്ടം അല്ലാഹ് എന്ന് പറയുന്നത് മക്കൾ ഈ അടുത്ത കാലത്ത് കേട്ടിട്ടുണ്ടോ? അല്ലാഹ് എന്ന് പറയുന്നതാകുന്ന ഘട്ടം കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. അവസാന കാലഘട്ടം, ലോകാവസാനത്തിന്റെ സമയമാണതെന്ന് ഹബീബായ റസൂലുള്ളാഹി. മദ്രസകളിലുള്ള ഓതലുകൾ കുറഞ്ഞു പോയ ഘട്ടം, അറബി കോളേജുകൾ നിലച്ചുപോയ ഘട്ടം, ദർസ് രംഗങ്ങൾ നിലച്ചുപോയ ഘട്ടം, മതസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടപ്പെട്ട ഘട്ടം, കൊറോണ എന്ന മഹാമാരി പിടിപെട്ടുകൊണ്ട് എല്ലാം സ്തംഭിച്ചു പോയ ഘട്ടം, അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് ജുമുഅയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാകുന്ന ആളുകൾ പോലും ഇന്ന് ജുമുഅയ്ക്ക് പള്ളികൾ തുറന്നിട്ട് പോലും നമസ്കരിക്കാൻ പോകാതെ മടി പിടിച്ചുകൊണ്ട് വീടിന്റെ കത്തലങ്ങൾ പുതപ്പിട്ട് മൂടിക്കൊണ്ട് നിലകൊള്ളുന്ന ഘട്ടം. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ തറക സ്വലാത്തൻ മുതഅമ്മിദ, ആരെങ്കിലും നമസ്കാരം ഒരെണ്ണം ഒഴിവാക്കി കഴിഞ്ഞാൽ, നമസ്കാരം ഒരൊറ്റ ഒരു നമസ്കാരം, ഒരു ളുഹർ, ഒരു അസർ, ഒരു മഗ്രിബ്, ഒരു ഇശാ, ഒരു സുബൈ, ഏതെങ്കിലും ഒരൊറ്റ ജമാഅത്ത് ആരെങ്കിലും ഒഴിവാക്കിയാൽ, ഒരൊറ്റ നമസ്കാരം തന്നെ വീടിന്റെ അകത്തലങ്ങൾ തന്നെ ഒഴിവാക്കിയാൽ തന്നെ ഫഖദ് ബരിഅ മിനല്ലാഹ് വബരി അല്ലാഹു മിൻഹു, അവനിൽ നിന്ന് അല്ലാഹു ഒഴിവായി, അവനെ അല്ലാഹു കാരുണ്യത്തോടു കൂടി നോക്കുകയില്ല. പടച്ചറപ്പിന്റെ പൊരുത്തം കിട്ടാത്ത മക്കളായി നമ്മുടെ മക്കള് മാറിയില്ലയോ? മൻ തറക സലാസ ജുമഅൻ, ആരെങ്കിലും 3 ജുമഅകൾ മുടക്കി കഴിഞ്ഞാൽ തബഅല്ലാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ സീല് വെക്കുമേ. കുഫ്രിയത്തിന്റെ സീല്, അവിശ്വാസത്തിന്റെ സീല് അവന്റെ ഹൃദയത്തിൽ അല്ലാഹു വെക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. നമസ്കാരങ്ങളെ മുടക്കല്ലേ ചെറുപ്പക്കാരാ. നമസ്കാരം നിനക്കുള്ള വിരുന്നാണ്. നമസ്കാരം നിനക്ക് ആഖിറത്തിലേക്കുള്ള ശോഭനമാ, ആഖിറത്തിലേക്കുള്ള ദറജ ഉയർത്താൻ കാരണമാണെന്ന് തിരിച്ചറിയണേ സോദരാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ തഖൂമു സ്സഅ ഇല്ലാ അലാ ശിറാരിൽ ഖൽഖ്,
സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനങ്ങളുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല സാബ, ഈ ലോകം നശിക്കുകയില്ല സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. പാതിരാത്രി സമയം അത്രയും കളിച്ചും രസിച്ചും രമിച്ചും നിലകൊള്ളുന്നവരല്ലയോ? കൂട്ടുകാരും ഒന്നിച്ചുകൊണ്ട് മൊബൈൽ ഫോണിലൂടെ വാട്സാപ്പിലൂടെ ടിക്ടോക്കിലൂടെ സമയങ്ങളെ കൊന്നു തീർക്കുന്ന സഹോദരിമാരല്ലയോ? സ്വന്തം ശരീരത്തിന്റെ നഗ്നതകൾ പോലും പരപുരുഷന്മാരെ കാണിച്ചുകൊണ്ട് ബ്ലോഗ് ചെയ്യാൻ നിലകൊള്ളുന്ന സഹോദരിമാരല്ലയോ? നഊദു ബില്ലാഹ്. ഈ കൊറോണ എന്ന മഹാമാരി വന്നപ്പോ സാമ്പത്തികമാകുന്ന ഞെരുക്കം അനുഭവപ്പെട്ടിട്ടല്ല ഉപ്പളയിലെ പാവപ്പെട്ട മുസ്ലിം അംഗമാരി ഇങ്ങനെ ഇറങ്ങി തിരിച്ചത്. അവരുടേതാകുന്ന ശരീരത്തിന്റെ ഭാഷ മരുത്തുള്ള പരപുരുഷന്മാർക്ക് കാണിക്കുകയാണ്. അതിന് മൊബൈൽ ഫോൺ വില്ലനാകുന്ന ഘട്ടമാണ്. ഒരു കാലഘട്ടത്തിൽ കാതുകളെ മലീമസമാക്കിയിരുന്ന റേഡിയോകൾ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് അവന്റെ കാതുകൾ മാത്രമാണ് മലീമസമായത്. പിന്നീട് ടിവികൾ വന്നപ്പോ കാതും മലീമസമായി, കണ്ണിന്റെ കാഴ്ചമായി, കാണുന്നത് മുഴുവനും ഹറാമായി മാറി. എനിക്ക് വാർത്ത കേൾക്കണം ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു വെച്ച ടിവി പിന്നീട് കാണുന്നത് മുഴുവനും അശ്ലീലതകളായി മാറി. അതിൽ നിന്ന് പിന്നീട് അവന് പോകുകയാണ്. പിന്നീട് അടുത്ത യുഗത്തിലേക്ക് പോയി. മൊബൈൽ ഫോൺ എന്ന വില്ലൻ വന്നു. അവന്റെ കാതും നഷ്ടപ്പെട്ടു, അവന്റേതാകുന്ന കണ്ണിന്റെ നന്മ നഷ്ടപ്പെട്ടു, അവന്റെ നാവിന്റെ നന്മ നഷ്ടപ്പെട്ടു, അവന്റെ ഹൃദയം പോലും കവർന്നു പോയി. പഠിച്ചു വെക്കണേ പിശാചി എത്രത്തോളമാണ് നമ്മളെ നശിപ്പിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ. പിശാചിന്റെ കരവലയത്തിൽ പെട്ടുപോകരുതേ. ഖുർആൻ അടിക്കടി ഓർമ്മപ്പെടുത്തിയതാണ്. എന്നിട്ടും മുസ്ലിമിന് പെട്ടുപോവുകയാണ്. റേഡിയോ തരംഗമായിരുന്ന ഘട്ടത്തിൽ നീ റേഡിയോ വാങ്ങിച്ചു വെച്ചവനാണ്. ടി വി വന്നപ്പോഴും ടി വി വീടിന്റെ അകത്തല നിങ്ങൾ വെച്ചു. പാടില്ല എന്ന് ഉലമാക്കൾ പറയുമ്പോഴും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് നടന്നവനാണ്. ഇന്നിതാ മൊബൈൽ ഫോണിൽ വീടിന്റെ അകത്തലങ്ങളിലേക്ക് വന്നു, മക്കൾക്ക് വന്നു. അവസാനം പഠിപ്പിച്ചെന്ന നിലയിൽ മക്കളുടെ കൈകളിലേക്ക് വന്നു. എത്രയോ മക്കൾ ഇന്ന് അതിന് മേൽ നിരതരാകുകയാണ്. പാതിരാത്രി സമയം വരെ മക്കളിതാ ഓൺലൈൻ പഠനമെന്ന പേരിൽ നിലകൊള്ളുകയാണ്. വാപ്പ അതിനു വേണ്ടി പോകുമ്പോഴും മകൾ വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്ന് പഠിക്കുകയാണ്. എനിക്ക് SSLCയിൽ പാസ്സാവണം, എനിക്ക് +2 പാസ്സാകണം. സ്വന്തം കാമുകനുമായി പാതിരാത്രി സമയങ്ങളിൽ സൊല്ലാനും വകവച്ചു കൊടുക്കാനും വർത്തമാനം പറയാനും വീഡിയോ ചാറ്റിംഗ് നടത്താനും ഉള്ളതാകുന്ന അവകാശ പത്രികയായി ഇന്നത്തെ മൊബൈൽ ഫോൺ വില്ലനായി മാറിയില്ലയോ? നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് എത്ര ശരിയാണ്. ലാ തഖൂമു സ്സാഅ. ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ ഇല്ല അലാ ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വന്ന് ഏറ്റവും മോശപ്പെട്ടവരുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല സഹാബ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. വാപ്പ വലിയ സാമ്പത്തികമുള്ള വ്യക്തിയാണ്. അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന മകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് ബാങ്കിലേക്ക് ഡ്രാഫ്റ്റ് അയക്കുന്ന പ്രിയപ്പെട്ട ഉപ്പ. ആ ഉപ്പയെ മറന്നുകൊണ്ട് പാതിരാത്രി സമയം വരെ ബ്ലോഗ് ചെയ്യുന്ന പെങ്ങളെ, ആർക്ക് വേണ്ടിയാണ് നീ ഇങ്ങനെ ബ്ലോഗ് ചെയ്യുന്നത്? നിന്റെ ശരീരത്തിന്റെ ഭാഷ പരപുരുഷന്മാരെ കാണിക്കൽ വിശുദ്ധ ഇസ്ലാമിൽ ഹറാമല്ലയോ? അൽ മർഅതു കുല്ലുഹാ ഔറാ. ഒരു പെണ്ണിന്റെ തലയുടെ മുടി മുതൽ കാലിന്റെ നഖം വരെ ഔറത്താണ്. പരപുരുഷന്മാര് കാണാൻ പറ്റൂല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. റസൂലുള്ളാഹിന്റെ വാക്ക് തൃണവൽഗണിച്ചിട്ട് കുമ്മനം ഉസ്താദിന്റെ വാക്കല്ല, ലോകത്തിന്റെ നായകൻ കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് തൃണവൽഗണിച്ചിട്ട് എന്തിനാണ് പൊന്നുമോളെ നീ ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ ഇറങ്ങുന്നത്? ആർക്ക് വേണ്ടിയാണ് പൊന്നുമോളെ നീ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ചെറുപ്പക്കാരാ നീ നിന്റെ പകലുകൾ ഇങ്ങനെ മോശമാക്കുന്നത്? എന്തിനാണ് നീ അശ്ലീലത കാണുന്നത്? എന്തിനാണ് അന്യ പെണ്ണിലേക്ക് നീ തിരിയുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ജീവിതം നീ പഠിച്ചിട്ടുണ്ടോ? ഒരിക്കൽ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോടടുത്ത സമയം പൊട്ടിക്കരയുകയാണ് വീടിന്റെ അകത്തലങ്ങളിൽ ഇരുന്നുകൊണ്ട്. ഫാത്തിമ ബീവിയോട് കൂട്ടുകാരിയാകുന്ന
അസ്മാ ബിന്തു ഉമൈസ് ചോദിക്കുകയാണ്, മായുബ്കീകി യാ ഫാത്തിമ, എന്തിനാണ് ഫാത്തിമ ഇങ്ങനെ കരയുന്നത്, എന്തിനാണ് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്റെ മയ്യത്ത് കെട്ടിൽ ഓർത്തിട്ടാണ്. അന്നത്തെ കാലത്ത് മദീനയിലുള്ളതാകുന്ന മയ്യത്ത് കെട്ടിൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ കടത്തുന്നതാകുന്ന ഒറ്റപ്പലകയുടെ സ്ട്രക്ചറില്ലേ, അതുപോലത്തെയുള്ളതാകുന്ന മയ്യത്ത് കെട്ടിലാണ്. അഥവാ ആളുകളെ കടത്തിയാൽ അതിന്റെ മുകളിൽ മൂടിയില്ലാത്തതാകുന്ന ഘട്ടം, 4 ഭാഗത്തും ആളുകൾക്ക് പിടിക്കാനുള്ള സൗകര്യമുണ്ട്. കേവലം ശരീരത്തിന്റെ ഭാഷ നല്ലതുപോലെ കാണാൻ പറ്റുന്നതാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ കരയാനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്റെ വാപ്പ 6 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. എന്റെ വാപ്പയാകുന്ന കരളിന്റെ കഷ്ണമാകുന്ന മുത്തുനബി വഫാത്തായി പോയി. അതിന്റെ ഹൃദയത്തിൽ വല്ലാത്ത നൊമ്പരമുണ്ടാക്കി. പിന്നീട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പൊട്ടിക്കരയാനുള്ള കാരണം മയ്യത്ത് കട്ടിൽ ഓർത്തിട്ട് കരയുകയാണ്. ഒറ്റപ്പലകയുടെ മേലിൽ ഈ പാവപ്പെട്ട ഫാത്തിമ മരണപ്പെട്ടു പോയാൽ 3 തുണി കഫം പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് അതിൽ മേൽ വെക്കുമ്പോ ആ മയ്യത്ത് കട്ടിൽ ചുമന്നുകൊണ്ട് കുടുംബാദികളും ബന്ധുക്കളും പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ ആളുകൾ പറയില്ലേ, ഫാത്തിമയുടെ ശരീരത്തിന് ഇത്ര നീളമുണ്ടായിരുന്നു, ആളുകൾ പറയില്ലേ, ഫാത്തിമയ്ക്ക് ഇത്ര വണ്ണമുണ്ടായിരുന്നു, അതോർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. പഠിച്ചു വെക്കണേ പെങ്ങളെ, സ്വന്തം വീടിന്റെ ഉള്ളറകൾ, അലമാരകൾ, വീടിന്റെ ആഭരണങ്ങൾ എന്ന് മാത്രമല്ല, വീട്ടിലുള്ളതാകുന്ന ചെറിയ പട്ടിക്കുട്ടിയവരെ, പൂച്ചയവരെ ബ്ലോഗ് ചെയ്യാൻ തയ്യാറാകുന്നവരെ, എന്റെ ഭർത്താവ് ഇവിടെയാണ് വിശ്രമിക്കുന്നത്, ഞങ്ങളുടെ കിടപ്പുമുറി ഇതാണ്, ഞങ്ങൾ വൈകുന്നേരം വിശ്രമിക്കുന്നത് ഇവിടെയാണ്, ഞങ്ങളുടേതാകുന്ന അയൽവക്കം ഇതാണ്, ഞങ്ങളുടെ നാട്ടുകാരിതാണ്, ഞങ്ങളുടെ കൂട്ടുകാരിതാണ്, ഞങ്ങളുടെ ബന്ധുക്കൾ ഇതാണ്, ഞാൻ ഭക്ഷണം കഴിക്കാതെ ഇവിടെയാണ്, ഞാൻ കുളിക്കുന്ന കുളിപ്പര ഇതാണ്. പെങ്ങളെ, നാണമില്ലേ നിനക്ക്? ഇതൊക്കെ വിറ്റിട്ട് ധനമുണ്ടാക്കാൻ, ഇതൊക്കെ വിറ്റിട്ട് യൂട്യൂബിലൂടെ പണമുണ്ടാക്കാൻ നാണമില്ലേ മുസ്ലിമത്തെ നിനക്ക്? അവസാനം ലൈക്കിന്റെയും ഷെയറിന്റെയും ആധിക്യം കൂടിയപ്പോ സ്വന്തം ശരീരത്തിലേക്ക് ചിരിച്ചു വെച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും ശരീരഭാഷ കാണിച്ചിട്ട് 10 രൂപ കൂടി കൂടുതൽ ഉണ്ടാക്കണം, ഇൻകം ഉണ്ടാക്കണമെന്ന താല്പര്യത്തിൽ നിലകൊള്ളുന്ന മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. മരണപ്പെട്ടതിന് ശേഷം, ജീവിച്ചിരിക്കുമ്പോഴല്ല, മരണപ്പെട്ടതിന് ശേഷം മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നമസ്കരിക്കാൻ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ, ഒറ്റപ്പലകയുടെ മേൽ കടത്തിയിട്ട് കൊണ്ടുപോകുമ്പോ, മരണപ്പെട്ട് കഴിഞ്ഞിട്ട് എന്റെ ജനാസ 3 തുണി കഫം പൊതിഞ്ഞ് പരിപൂർണമായി മറച്ചിട്ട് കൊണ്ടുപോകുമ്പോൾ പോലും എന്റെ ശരീരഭാഷ മറ്റുള്ളവർ കാണില്ലേ എന്ന് മനസ്സിലാക്കി പൊട്ടിക്കരഞ്ഞ വനിതയാണ് ബീവി ഫാത്തിമ. അതുകൊണ്ടാണ് സ്വർഗീയ സ്ത്രീകളുടെ നേതൃത്വമായത്. കേവലം റസൂലുള്ളാഹിയുടെ മകളായതുകൊണ്ടല്ല, ഖുറൈശി തറവാട്ടിൽ പിറന്നതുകൊണ്ടല്ല. പഠിച്ചു വെക്കണേ, മതബോധവും മതനിഷ്ഠയും ഉള്ളത് കൊണ്ടാണ്, തഖ്വയനുസരിച്ച് ജീവിച്ചത് കൊണ്ടാണ്. സ്വർഗം വേണ്ടേ പൊന്നുമോളെ? ഇത് കേവലം കുമ്മന മുസാദ് വെറും രാഗത്തിന് വേണ്ടി പറയുന്നതല്ല. ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് കഴിയണേ. ലോകം മുഴുവനും മോശപ്പെട്ടവരായി അവൾ ബ്ലോഗ് ചെയ്ത് പൈസ ഉണ്ടാക്കി. ഉസ്താദേ, ഇന്ന നടി പൈസ ഉണ്ടാക്കുന്നു, ഇന്ന നാട്ടുകാര് പൈസ ഉണ്ടാക്കുന്നു, ഇന്ന ആള് ചെയ്യുന്നില്ലേ, ഇന്ന അറബി ചെയ്യുന്നില്ലേ, ഇന്ന അനറബി ചെയ്യുന്നില്ലേ? അതല്ലടോ തീര്. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? അവിടുത്തെ ഭാര്യമാരെന്ത് ചെയ്തു? അവരുടെ പ്രിയപ്പെട്ട മക്കൾ എന്ത് ചെയ്തു? സ്വഹാബത്ത് എന്ത് ചെയ്തു? താബീങ്ങൾ എന്ത് ചെയ്തു? അയിമ്മത്തുകൾ എന്ത് പറഞ്ഞു? ഇതനുസരിച്ചുകൊണ്ട് ജീവിക്കലാണ് ദീൻ. അതല്ലാത്തത് നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. കൂട്ടുകാരിയോട് ഈ വിഷമം പറഞ്ഞപ്പോ അസ്മാ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, വിഷമിക്കണ്ട ഫാത്തിമ, ഞാൻ നിനക്കൊരു മയ്യത്ത് കെട്ടിൽ പരിചയപ്പെടുത്തി തരാം, എന്റെ കൂടെ ഒന്ന് പുറത്തു വരൂ ഫാത്തിമ. പൊട്ടിക്കരഞ്ഞിരുന്ന ഫാത്തിമ ബീവി കരച്ചിൽ നിർത്തി കൂട്ടുകാരി വിളിച്ചപ്പോ വീടിന്റെ ഉമ്മറത്തേക്ക് ചെല്ലുന്നു. ഈന്തപ്പന ഓലകൾ കൊണ്ട് മറച്ചിട്ട് ഇന്നുള്ള മയ്യത്ത് കെട്ടിൽ പോലെ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കെട്ടിൽ കാണിച്ചു കൊടുക്കുകയാണ്. പറഞ്ഞു, ഇന്നത് അങ്ങനെ ഹബിഷയിലുള്ള എത്യോപ്യയിലുള്ള മയ്യത്ത് കെട്ടിലാണ്. ഈ മയ്യത്ത് കെട്ടിൽ നിനക്ക് വേണ്ടി നമുക്ക് പണിയിക്കാം. അങ്ങനെ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്തായി. അലിയാർ തങ്ങളോട് പൊരുത്തം ചോദിച്ചു മഹദികൾ വഫാത്തായി. ഞാൻ വിശദീകരിക്കുന്നില്ല സംഭവങ്ങൾ. കണ്ണീർ കടലായി പോകും, സങ്കടക്കടലായി പോകും ആ വഫാത്ത്. വല്ലാത്ത വിഷമമുണ്ടാക്കുന്ന സന്ദർഭമാണ്. തന്റെ പ്രിയപ്പെട്ട പ്രിയതമനോട് പൊരുത്തം ചോദിച്ചുകൊണ്ട് വിടവാങ്ങുന്ന ഫാത്തിമ അവസാനമായിട്ട് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ പോലും സ്വന്തം ഭർത്താവിനെ പൊട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്നു, ഭർത്താവേ, എന്റെ ജീവിതത്തിൽ
ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖമോ വിഷമമോ പ്രയാസമോ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നെങ്കിൽ ഈ പാവപ്പെട്ട ഫാത്തിമയ്ക്ക് പൊരുത്തപ്പെട്ടു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പൊരുത്തം ചോദിച്ചതാകുന്ന ഒരു ഭർത്താവിനോട് പരിപൂർണമായി പൊരുത്തം ചോദിച്ചുകൊണ്ട് വിട പറയുന്ന ഫാത്തിമ അവസാനമായി പറയുകയാണ്, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലിലെ എന്റെ ജനാസ കൊണ്ടുപോകാവുള്ളൂ. ആദ്യമായി മദീനയിൽ അങ്ങനെ ഒരു മയ്യത്ത് കട്ടിൽ പണിയപ്പെട്ടത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് വേണ്ടിയാണെന്ന് പഠിച്ചു വെക്കണേ. ഉപ്പളയിലുള്ള കാസർഗോഡുള്ള ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ പെങ്ങളെ പെങ്ങളെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, എന്റെ മയ്യത്ത് കൊണ്ടുപോയി അടക്കേണ്ടത് രാത്രിയിലേ കൊണ്ടുപോകാവുള്ളൂ. ആരും കാണാൻ പാടില്ല. പകൽ മരിച്ചാലും രാത്രിയിലാണ് കൊണ്ടുപോയി അടക്കാൻ പാടുള്ളൂ. ഇരുളിന്റെ മറവിലെ ഞാൻ ഇന്ന് വരെ നടന്നിട്ടുള്ളൂ. പരപുരുഷന്മാർ ഇന്ന് വരെ എന്റെ ശരീരത്തിന്റെ ആകൃതി കണ്ടിട്ടില്ല. എന്റെ ഭർത്താവല്ലാത്തവർക്ക് ഞാൻ ശരീരം പങ്കുവച്ചിട്ടില്ല. അന്യരെ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ പരിപൂർണമായി സംശുദ്ധതയോടുകൂടി ജീവിച്ചവളാണ്. അതുകൊണ്ട് ഞാൻ പകൽ മരണപ്പെട്ടാൽ രാത്രിയിലെ എന്നെ കൊണ്ടുപോയി ഖബറടക്കാവുള്ളൂ. എന്റെ മയ്യത്ത് കട്ടിൽ ചുറ്റും മറച്ചതായിരിക്കണം. ആ മയ്യത്ത് കട്ടിലിന്റെ മേലൊരു തുണിയിട്ട് മൂടണം. ഖബർ മൂടുന്ന സന്ദർഭത്തിലും ഒരു തുണി പിടിച്ചു വെട്ടാകണം എന്നെ ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത്. ചുറ്റുമുള്ളവർ കാണാതിരിക്കാൻ, എന്റെ ആകൃതി ദർശിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് വസിയത്ത് ചെയ്ത ഫാത്തിമ. അവസാന മഹദിവറുകൾ വഫാത്തായി. ചരിത്രം വിശാലമാണ്, ചുരുക്കി പറയുന്നു. ഒരുപാട് പറയുന്നതിലല്ല കാര്യം, പറയപ്പെടുന്നത് ഹൃദയത്തിൽ തറയ്ക്കലാണ്. അത് ഉൾക്കൊണ്ടുകൊണ്ട് അമൽ ചെയ്യുന്നതിലാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ കുളിപ്പിക്കപ്പെടുകയാണ്. അവിടുത്തെ മയ്യത്ത് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കൊണ്ടുവന്നു. അലിയാർ തങ്ങൾ അടക്കമുള്ളവർ വലിയ ഒരു വ്യൂഹം തന്നെയുണ്ട്. അബൂദർ ഗിഫാരി തങ്ങൾ പറയുകയാണ്, ആ മയ്യത്ത് കട്ടിലിന്റെ വലതുഭാഗത്ത് ഞാനാണ് പിടിച്ചത്, ഇടതുഭാഗത്ത് ബഹുമാനപ്പെട്ട ഹസൻ ബഹുമാനപ്പെട്ട അലിയാർ തങ്ങളാണ് പിടിച്ചത്. പറയിലുള്ളതാകുന്ന രണ്ട് ഭാഗത്ത് മക്കളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവയാണ് ചുമന്നത്. ഞങ്ങൾ ആ മയ്യത്ത് കട്ടിൽ നേരെ കൊണ്ടുവന്നു. മയ്യത്ത് നമസ്കാരം നിർവഹിക്കപ്പെട്ടു. പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്നു. പരിശുദ്ധമാക്കപ്പെട്ട ജന്നത്തുൽ ബഖീൽ റസൂലുള്ളാഹിന്റെ പരിസരത്ത് തന്നെ കൊണ്ടുവന്ന് നടക്കുകയാണ്. തൊട്ടടുത്തുള്ളതാകുന്ന മദീന പള്ളിയുടെ പരിസരത്തുള്ള ജന്നത്തുൽ ബഖീൽ ഇന്നും പോയാൽ കാണാം ഫാത്തിമ ബീവിയുടെ ഖബർ. അല്ലാഹുവരുടെ ദറജ ഉയർത്തണേ അല്ലാഹ്, ദറജ ഉയർത്തണേ അല്ലാഹ്. അവിടെ സിയാറത്ത് ചെയ്യാൻ പാപികളും ദോഷികളുമായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ. അബൂദർ ഗിഫാരി തങ്ങൾ പറയുകയാണ്, മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഖബറിൻ്റെതാകുന്ന കാൽഭാഗത്ത് മയ്യത്തിന്റെ തല ഞങ്ങൾ വെച്ചു. ഖബറിലേക്ക് ഇറക്കുന്നതിന് മുമ്പ് പ്രായം ചെന്നതാകുന്ന അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു സ്വഹാബത്തിൽ പ്രമുഖനായ വ്യക്തിയാണ്, സ്വഹാബിയായ വ്യക്തിയാണ്. അദ്ദേഹം ഖബറിനോടായിട്ട് പറയുകയാണ്, യാ ഖബറോ അത്തതിരി മനില്ലതി ജിനാ ബിഹാ ഇലൈക്. അല്ലയോ ഖബറേ ഖബറേ, ആരെയാണ് ഞങ്ങൾ നിന്നിലേക്ക് കൊണ്ടുവരുന്നതെന്നറിയുമോ? ഹാദിഹി ബിൻത് റസൂലില്ലാഹ്. അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് ആലിംഗനം ചെയ്ത് ചുടുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അറബ് നാട്ടിലെ മാമലകൾ മുഴുവനും കനകക്കൊട്ടാരമായി തിരുസവിധത്തിലേക്ക് തരട്ടെ എന്ന് ജിബ്രീൽ എന്ന മാലാഖ വന്നുകൊണ്ട് ചോദിക്കുമ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയത്തിലേക്ക് ഉൾവലിഞ്ഞ് ലോകത്തിന് മുഴുവനും മാതൃക കാട്ടിയ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ്. വസൗജത്തു അലി, പടർക്കളത്തിലെ പ്രിയപ്പെട്ടതാകുന്ന ബഹുമാന്യരാകുന്ന വീരശൂര വ്യക്തി അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയാണ്. അലിയാർ തങ്ങൾ എത്രത്തോളം വലിയ അറിവുള്ളവരാണെന്നറിയുമോ? അനമദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ലോകത്തോട് പറയുകയാണ്, ഞാൻ മദീനയിലെ ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോപ്പാണെങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി, അഥവാ അറിവിന്റെ നിറകുടമാണ് അലിയാർ തങ്ങൾ. അങ്ങനത്തെ അലിയാർ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ്. തീർന്നില്ല വ ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടപ്പെട്ട പേരക്കിടാങ്ങളല്ലേ. റസൂലുള്ള സുന്നത്ത് നമസ്കരിക്കുമ്പോ റസൂലുള്ളാന്റെ മുതുകത്ത് കയറി അള്ളാന്റെ റസൂലിനെ ആനയാക്കി കുതിരയാക്കി കളിച്ചു കൊണ്ടിരിക്കുന്ന മക്കള്, ആ ചെറുമക്കൾ എഴുന്നേൽക്കുന്നത് വരെ റസൂലുള്ള സുജൂദിൽ കിടന്നുകൊണ്ട് സമർപ്പണത്തിന്റെ മനോഭാവം സ്വീകരിക്കുകയാണ്. അള്ളാന്റെ മുന്നിൽ സുജൂദിലായി കിടക്കുകയാ. റസൂലുള്ളാഹിക്ക് വിഷമമില്ല. കാരണം പേരക്കിടാങ്ങളോടുള്ള സ്നേഹ സമസ്രണമാകുന്ന പെരുമാറ്റം, മക്കളോടുള്ളതാകുന്ന വാത്സല്യം ലോകത്തിന് മുഴുവൻ തിലകച്ചാർത്തായി റസൂലുള്ള കാണിച്ചു തരുകയാണ്. ഹബീബായ നബി തങ്ങൾ സുജൂദിൽ കിടന്ന് മക്കളോടുള്ള സ്നേഹത്തിന്റെ ഐക്യദാർഢ്യം ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ്. അല്ല, ലോകാവസാനം വരെ ജീവിച്ചിരിക്കുന്നതാകുന്ന സർവ്വ മനുഷ്യർക്കും വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആരാധന നിർവഹിച്ചിരിക്കുമ്പോൾ പോലും ശല്യം ചെയ്തുകൊണ്ട് തോളിൽ കയറിക്കൊണ്ട് നിലകൊള്ളുന്ന മക്കളെ ശല്യം ചെയ്യാത്തതായ നിലയിൽ സുജൂദിൽ തന്നെ കടന്നുകൊണ്ട് അവർക്കുള്ള സ്നേഹം നൽകിക്കൊണ്ട് പരിചരിച്ച റസൂൽ, ആ റസൂലുള്ളാഹിന്റെ പേരക്കിടാകളാകുന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്. അതുകൊണ്ട് ഖബറേ ഈ മനുഷ്യ മഹദി ഒന്ന് പ്രത്യേകമായി ഗൗനിക്കണേ. ഇതൊരു സാധാരണ പെണ്ണല്ല, റസൂലുള്ളാഹിയുടെ മകളാണ്, അലിയാര് തങ്ങളുടെ ഭാര്യയാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്. അതുകൊണ്ട് ഖബറേ ഒന്ന് ഗൗരവത്തിൽ കാണണേ എന്ന് ഖബറിനോട് ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ ഫസമിഉ നിദാ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളാകുന്ന ഫാത്തിമയുടെ ഖബറിനകത്ത് നിന്ന് സഹാബത്ത് കേൾക്കുകയാണ്. വല്ലാത്തൊരു ശബ്ദം, വല്ലാത്തൊരു ശരീരി ഖബറിൽ നിന്ന് ഖബർ സംസാരിക്കുകയാണ്. മാ അന മൗളിയു ഹസബിൻ വലാ നസബ് ഇന്നമാ അന മൗളിഉ അമലി സ്വാലിഹ്. കുടുംബമഹിമയും കുലമഹിമയും തറവാട്ട് മഹിമയും പറഞ്ഞ് ഖുറൈശി തറവാട്ടിൽ പിറന്ന പെണ്ണാണെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിയുടെ മകളാണെന്ന് പറഞ്ഞ് അലിയാര് തങ്ങളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണെന്ന് പറഞ്ഞ് ഖബർ വിലക്കെടുക്കാമെന്ന് കരുതിയോ? ഈ ഖബർ തറവാട്ട് മഹിമയുടെ ഖബറല്ല. ഈ ഖബറിൽ അത്തരത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് ഖബറിനെ വിലക്കെടുക്കാമെന്ന് കരുതേണ്ട. മാ അന മൗളിയു ഹസബിൻ വലാ നസബ്. ഒരു കുടുംബ മഹിമയും ഒരു തറവാട്ട് മഹിമയും കുലമഹിമയും എന്നോട് പറയരുതേ. ഇന്നമാ അന മൗളിഉ അമലി സ്വാലിഹ്. ജീവിതത്തിൽ സുകൃതം ചെയ്തിട്ടുണ്ടോ? നമസ്കരിച്ചിട്ടുണ്ടോ? നോമ്പ് നോറ്റിട്ടുണ്ടോ? സകാത്ത് കൊടുത്തിട്ടുണ്ടോ? ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? മുസ്ലിമായി മുഅ്മിനത്തായി തഖ്വ വെച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങളിൽ അല്ലാഹുവിനെ ആരാധിച്ചുകൊണ്ട് നിലകൊണ്ടിട്ടുണ്ടോ? സ്വന്തം ഭർത്താവിനെ വഞ്ചിക്കാതെ കാമുകനുമായി രഹസ്യമായി ഭാഷണം നടത്താതെ ദിക്റിലായി ശാകിറത്തായി ആബിദത്തായി ഖുർആൻ ഓതിക്കൊണ്ട് കഴിഞ്ഞവളാണോ? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാതെ അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് കൃത്യമായ ജുമാ ജമാഅത്തുകൾ പാലിച്ചുകൊണ്ട് വന്നവനാണോ? നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ടവർക്ക് കണ്ണീരൊപ്പിയവനാണോ? നാട്ടിലുള്ളതാകുന്ന ഡയമണ്ടിന്റെ പ്രവർത്തകർ വന്നുകൊണ്ട് ക്ലബിന്റെ പ്രവർത്തകർ വന്നുകൊണ്ട് പാവപ്പെട്ടവർക്ക് കണ്ണീരപ്പാൻ നിന്റെ മുന്നിൽ കൈനീട്ടിയപ്പോ അവർ വന്നുകൊണ്ട് കാഴ്ചപ്പോ നല്ല സംഭാവന കൊടുക്കാൻ തയ്യാറവനാണോ? നിനക്ക് സ്വാഗതമാ. ഇന്നമാ അന മൗളിഉ അമലി സ്വാലിഹ്. ജീവിതത്തിൽ സുകൃതം ചെയ്തവർക്ക് സ്വാഗതമാ. അല്ലാത്തൊരു തറവാട്ടി മഹിമയും എന്നോട് പറയേണ്ടതില്ലെന്ന് ഖബറിൽ നിന്ന് വിളംബരമുണ്ടായെന്ന് അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. പഠിച്ചു വെക്കണേ മുസ്ലിമേ, പഠിച്ചു വെക്കണേ സഹോദര. ആരുടെ ഖബറിനകത്ത് നിന്നാണ് ഈ ശബ്ദമുണ്ടാകുന്നത്? ജീവിതത്തിൽ പരിപൂർണമായ നമസ്കാരങ്ങൾ തഖ്വയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചതാകുന്ന മഹിള ഒരൊറ്റ വഖ്ത് പോലും ഖളാക്കാതെ, ഒരൊറ്റ നോമ്പ് പോലും ഖളാക്കാതെ എല്ലാ ഫർളുകളും നിർവഹിച്ച്, എല്ലാ സുന്നത്തുകളും നിർവഹിച്ച്, എല്ലാ കറാഹത്തുകളും ഉപേക്ഷിച്ച്, എല്ലാ ഹറാമുകളും തൃണവൽഗണിച്ച്, എല്ലാം പരിപൂർണമായി സംരക്ഷിച്ച്, അദബുകൾ പാലിച്ച്, മക്കളെ പരിപാലിച്ച്, ഭർത്താവിന് വേണ്ടുന്നത് പരിപൂർണമായി ചെയ്തു കൊടുത്ത്, അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിച്ച്, സമൂഹത്തോടും സമുദായത്തോടുമുള്ള പ്രതിബദ്ധതകൾ കാത്തു സൂക്ഷിച്ച്, തന്റെ ശരീരത്തിന്റെ നഗ്നതകൾ
പരപുരുഷന്മാര് കാണരുത് എന്ന് നിർബന്ധം പിടിച്ച് എപ്പോഴും ശരീരം മുഴുവനും മറച്ചുകൊണ്ട് നഗ്നത മറച്ചുകൊണ്ട് നിലകൊണ്ടതാകുന്ന ഫാത്തിമ അവസാനം തന്റെ മയ്യത്ത് കെട്ടിൽ മറച്ചുകൊണ്ടാകണമെന്ന് ശാഠ്യം പിടിച്ച് അങ്ങകലെ എത്യോപ്യയിലുള്ള മയ്യത്ത് കെട്ടിൽ കൊണ്ടുവന്ന് ചുറ്റും മറച്ച മയ്യത്ത് കെട്ടിൽ അടക്കണമെന്ന് ശാഠ്യം പിടിച്ച് അങ്ങനെ കൊണ്ടുപോയാൽ തന്നെ അതിന്റെ മുകളിൽ ഒരു തുണി ഇടണമെന്ന് ശാഠ്യം പിടിച്ച് എന്തിന് 3 തുണി പൊടിഞ്ഞിട്ട് കൊണ്ടുപോകുന്ന വേളയിൽ എന്റെ ശരീരത്തിൻ്റെതാകുന്ന ഭാഷ, ആ ശരീരത്തിന്റെ നീളം, അതിന്റെ വ്യാസം, അതിന്റെ വണ്ണം പരപുരുഷന്മാര് കാണില്ലേ, മനസ്സിലാക്കില്ലേ എന്ന് പോലും പേടിച്ച് മരണാനന്തര ജീവിതത്തെ കുറിച്ച് പോലും ഭയപ്പെട്ട് എനിക്ക് നല്ല രീതിയിൽ ഖബറടക്കണം, അതുകൊണ്ട് ഞാൻ പകല് മരിച്ചാൽ രാത്രിയിൽ കൊണ്ടുപോയി ഖബറടക്കിയാൽ മതി, അന്യരാകുന്ന പരപുരുഷന്മാരെന്റെ ശരീരത്തിന്റെ നിഴൽവട്ടം പോലും കാണരുതെന്ന് പറഞ്ഞ് അവസാനം മയ്യത്തടക്കുന്ന വേളയിൽ മുകളിൽ ഒരു തുണി വെച്ചുകൊണ്ട് മടക്കണമെന്ന് ശാഠ്യം പിടിച്ച ഫാത്തിമ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുപോയി അടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ശബ്ദം കേട്ടുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമത്തെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിമേ, ഭയക്കണേ, ഖബർ ഭയക്കണേ, ഭയക്കണേ. മൂന്നാമത്തെ ജീവിതമാണ് ഖബർ. ഓരോരുത്തരും പോകേണ്ട തലമാണ് ഖബർ. വാപ്പ പോയി, ഉമ്മ പോയി, സഹോദരൻ പോയി, അയൽവാസി പോയി, കൂട്ടുകാർ പോയി, ബന്ധുക്കൾ പോയി, നാളെ നീ പോകും, മറ്റന്നാള് ഞാൻ പോകും എന്ന ചിന്ത നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. നീ ഇട്ടിരിക്കുന്ന ചെരുപ്പിന്റെ വാറ് നിന്റെ കാലിനോട് എത്രമാത്രം ചേർന്നിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ നിന്റെ ഓടൊപ്പം അസ്റായിലുണ്ട്, നിന്നോടൊപ്പം മരണമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒരു ചെറിയ പനി വരുമ്പോൾ പോലും ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വ്യക്തമായി സമൂഹത്തോട് പറയുകയാണ്, കുല്ലും റിഇൻ മുസബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദ്നാ മിൻ ശറാകീൻ അലൈഹി. എല്ലാ മനുഷ്യരും പ്രഭാതത്തിലാകുന്നത് തീർച്ചയായും സന്തോഷത്തിലാണ്, സന്തോഷത്തിലാ. എന്നാൽ മനുഷ്യ നീ അറിയണേ, പ്രഭാതം പൊട്ടിപുലരുമ്പോ സന്തോഷിക്കേണ്ട സഹോദര, വൈകുന്നേരം നീ ഉണ്ടാകുമെന്നുള്ള ചിന്ത വേണ്ട. നീ പെരിങ്ങടി പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്നെ ബഹുമന്ദിരാകുന്ന ഹുദവി ഉസ്താദ് ആ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് നിനക്ക് വേണ്ടി തൽഖീനോദി, നിനക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലി 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് പോകുന്ന നിനക്ക് 3 പിടി മണ്ണ് വാരി നിന്റെ മുഖത്ത്, നിന്റെ നെഞ്ചത്ത്, നിന്റെ കാലിന്റെ ഭാഗത്ത് കൊണ്ടുപോയിടുന്ന അവസ്ഥാവിശേഷം മുസ്ലിമേ വിദൂരമല്ല, വിദൂരമല്ല. നാളെ നീ മരിക്കേണ്ടവനാണെന്നുള്ള ബോധം ഓരോരുത്തരുടെയും ഹൃദയത്തിലുണ്ടാവട്ടെ. ഹൃദയം തെളിയണമെങ്കിൽ നന്മ ചെയ്യണം, ഹൃദയം തെളിയണമെങ്കിൽ മരണത്തെ പറ്റി ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതും അത് തന്നെയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, കള്ളു കുടിച്ച്, വ്യഭിചരിച്ച്, സിനിമ കണ്ട്, സീരിയൽ ദർശിച്ച്, ബ്ലോഗ് ചെയ്ത്, അശ്ലീലമാക്കപ്പെട്ട നിലകൊണ്ട് ദീനിനെ സഹായിക്കാതെ, അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാതെ സർവാശ്ലീലതകൾ ചുക്കാൻ പിടിക്കുന്ന മുസ്ലിമേ, നിന്റെ ഹൃദയം അങ്ങനെ കറപിടിച്ച് നിലകൊള്ളുകയാണ്. ഈ ഹൃദയത്തിനെ ഒന്ന് പരിശുദ്ധിപ്പെടുത്തണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക, എന്ത് ചെയ്യണമെന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോ വമാ ജിലാഉഹാ യാ റസൂലല്ലാഹ്, ഹൃദയത്തിന്റെ മാലിന്യങ്ങൾ മാറ്റി ഹൃദയത്തെ സംശുദ്ധീകരിച്ച് റമദാനിന് വേണ്ടി തയ്യാറാക്കി പരിശുദ്ധമായ ശഅബാനിൽ എങ്ങനെയാണെന്ന് ഒരുങ്ങേണ്ടത് റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, 2 കാര്യം കൊണ്ട് പറ്റും സഹാബാ. ഒന്ന് ദിക്റുൽ മൗത്ത് വ തിലാവത്തുൽ ഖുർആൻ. ഒന്ന് മരണത്തെ പറ്റിയുള്ള ചിന്തയാണ്. മരണത്തെ പറ്റി ചിന്തിക്കണേ. അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്നുള്ള ബോധം നിന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ നിന്റെ ഹൃദയം നന്നാകും. നീ മോശമായ ശൈലിയിൽ പോകില്ല, നീ ബ്ലോഗ് ചെയ്യാൻ തുനിയില്ല, നീ സിനിമ കാണാൻ തുനിയില്ല, നീ ഒരു ബിഗ് ബോസ് കാണാനും തുനിയില്ല, ഒരു റിയാലിറ്റി ഷോയോടും നിനക്ക് താല്പര്യമില്ല, ഒരു സീരിയൽ കാണാനും തുനിയില്ല. നിന്റെ കണ്ണ് നന്നാകും, നിന്റെ കാത് നന്നാകും, നിന്റെ ഹൃദയം നന്നാകും. നീ ഒരാളുമായിട്ട് ചാറ്റിങ്ങിന് വേണ്ടി തുനിയില്ല, പഠിക്കാൻ വേണ്ടി വാപ്പ തന്ന മൊബൈൽ ഫോൺ അശ്ലീലതയിലേക്ക് കൊണ്ടുപോകാൻ തുനിയില്ല. മരണത്തെ പറ്റിയുള്ള ചിന്തയുണ്ടാകണം. നാളെ ഞാൻ മരിക്കുമെന്നുള്ള ബോധമുണ്ടാകണം. ഹൃദയം തെളിയണോ, ഹൃദയത്തിന്റെ കറകൾ നീങ്ങണോ, മാലിന്യമുക്തമാകണോ, ഹൃദയത്തിൽ നൂറാനിയത്ത് കടന്നു വരണോ. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുകയാണ്, മരണത്തെ പറ്റിയുള്ള ചിന്ത വേണം. തീർന്നില്ല. വതിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഓതണേ. ഇന്ന് ഖുർആൻ നമ്മളിൽ
നമ്മളിൽ എത്ര പേര് ഓതുന്നുണ്ട്? ഇക്കഴിഞ്ഞ മാസമല്ലേ ബഹുമാനപ്പെട്ടതാകുന്ന ഖ്വാജാ തങ്ങളുടെ ആണ്ട് കഴിഞ്ഞ മാസം റജബ് 6-നാണ് അവിടുന്ന് വഫാത്തായത്. മുഈനുദ്ദീൻ യസീൽ അജ്മീർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും 2 പ്രാവശ്യം ഖുർആൻ ഖത്മ തീർത്തിരുന്ന മഹാനാണ്. ഇക്കഴിഞ്ഞ റജബ് 29-നല്ലേ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു വഫാത്തായത്. എല്ലാ ദിവസവും പരിപൂർണമായി ഖുർആൻ മുഴുവനും ഖത്മ തീർത്ത മഹാനാണ്. റമളാനിൽ 2 പ്രാവശ്യം ഖത്മ തീർത്ത മഹാനാ. ഒരൊറ്റ ദിവസം തന്നെ 2 ഖത്മ തീർത്ത മഹാനാണ് ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു. നമ്മൾ കഴിഞ്ഞ റമളാനിൽ മാറ്റിവെച്ച ഖുർആനാണ്. ഒരു ജുസ് ഓതാൻ തയ്യാറല്ല, ഒരു പേജ് പോലും ഓതുന്നവരല്ല. യാസീൻ സൂറത്ത് ഓതാത്തവരായി, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി റസൂലുള്ളാഹി പഠിപ്പിച്ച സൂറത്തുൽ വാഖിയ ഓതാത്തവരായി, പരിശുദ്ധമായ ലൈലത്തുൽ ബറാഅ കടന്നു വരുന്നു. 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ പരിശുദ്ധമായ സൂറത്തുൽ ദുഹാൻ ഓതൽ പ്രത്യേകമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. എത്ര പേര് ഓതുന്നുണ്ട്? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുണ്ടോ? സൂറത്തുൽ ദുഹാൻ ഓതുന്നവരുണ്ടോ? അമ്മയത്തെ സാരൂനടക്കമുള്ള ജുസുകൾ പാരായണം ചെയ്യുന്നവരുണ്ടോ? ഖുർആൻ വിലക്കപ്പെട്ടതായ കനിയായി മാറി. ഖുർആൻ മുസ്ഹഫിനോടുള്ള അവഗണന മുസ്ലിമേ നിന്റെ ഹൃദയത്തിൽ മാലിന്യം കോരിയിട്ടു. ഫേസ്ബുക്കിൽ നോക്കാം മണിക്കൂറുകൾ എത്രയാണ്, വാട്സാപ്പിൽ ചാറ്റ് ചെയ്യാൻ മണിക്കൂറുകൾ എത്രയാണ്, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ എത്ര മണിക്കൂറുകളാ ചെലവഴിക്കുന്നത്. എന്തേ ഖുർആൻ പ്ലേ സ്റ്റോർ വഴി ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഖുർആൻ, ആപ്പ് സ്റ്റോർ വഴി ആപ്പിൾ ഫോൺ ഉള്ളവർക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഖുർആൻ എന്തേ ഒന്ന് ഓതിക്കൂടെ? അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കിക്കൂടെ? റമദാൻ കടന്നു വരികയാണ്, നന്നാകാനുള്ള ആവേശം എന്തേ മുസ്ലിമേ ഇല്ലാതായോ? മരണത്തെ പറ്റി ചിന്തിക്ക്. വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, സഹോദരങ്ങൾ മരിച്ചു, ഇവരെല്ലാവരും പോയ തലത്തേക്ക് ഞാനും പോകണം. നിന്നേക്കാൾ വലിയ കളിക്കാരായിരുന്നു ഇന്ന് കബറിൽ കിടക്കുന്നത്. നിന്നേക്കാൾ വലിയ സിനിമാ തമ്പുരാക്കന്മാരാണ് ഇന്ന് ആറടി മണ്ണിന്റെ ഇരുട്ടറയിലുള്ളത്. നിന്നേക്കാൾ വലിയ ആരോഗ്യ ദൃഢഗാത്രരായ ആദ് ഗോത്രക്കാര്, സമൂദ് ഗോത്രക്കാര്, ഫിർഔനിനെ, നമ്രൂദിനെ അടക്കമുള്ളതാകുന്ന ലോകത്തിന്റെ ഏകാധിപതികളെ, സ്വേച്ഛാധിപതികളെ അല്ലാഹു നശിപ്പിച്ചു എന്നുള്ള കാര്യം നീ മറക്കരുതേ. മരണത്തിന്റെ മുന്നിൽ സമന്മാരാണ്. ആ മരണത്തിന്റെ കവാടത്തിലൂടെയാണ് 3ാമത്തെ ഘട്ടമാകുന്ന ഖബറിലേക്ക് എത്തുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് തൗബ ചെയ്യണേ. ഈ സദസ്സിൽ വെച്ച് നല്ല സദസ്സാണ്, ഇൽമിന്റെ സദസ്സാണ്. അതുകൊണ്ടല്ലേ വന്ന ഒരാൾ പോലും മണിക്കൂറുകളായിട്ട് പോകാതെ നിലകൊള്ളുന്നത്, ഒരാൾ പോലും പിരിയാതെ നിലകൊള്ളുന്നത്. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദഖയായി നല്ല ഒരു സദഖ കൂടി ചെയ്തിട്ട് പോകണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. നല്ലൊരു സദഖ ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ഇറക്കാം. ഈ സദസ്സിൽ വെച്ച് ഒരാൾ പോവരുത്. കൂടുതലൊന്നുമില്ല, ആകെ 10 മിനിറ്റിനുള്ളിൽ ദുആ ഉൾപ്പെടെ കഴിയും, അധികമൊന്നുമില്ല. നല്ല നിയ്യത്ത് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദേ ഞാൻ ഈ ക്ലബിന്റെ ഭാരവാഹികളെ ഇൻഷാ അല്ലാഹ് ഞാൻ സഹായിക്കാം. ദീനിന് വേണ്ടി പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്ന ഇവരെ, നിരാലംബര കവലമാകുന്ന ഇവരെ, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുക്കുന്ന, പട്ടിണി പാവങ്ങൾക്ക് വിശപ്പകറ്റുന്ന, പ്രത്യേകിച്ച് റമളാനിന്റെ റിലീഫ് കിറ്റുകൾ 2000 രൂപയിലധികം കൊണ്ടുള്ള നല്ല കിറ്റുകൾ കൊടുക്കുന്ന ഇവർക്ക് എന്റെ വക ഞാൻ ഒരു 5000 കൊടുക്കാം എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് പറയുന്ന സഹോദരങ്ങൾ, വലിയ തുക ഒന്നും ചോദിക്കുന്നില്ല, 50,000 1 ലക്ഷം ഒന്നും അല്ല, ഒരു 5000 രൂപ വെച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് കഴിയുന്ന സഹോദരങ്ങൾ വേഗം ഒന്ന് കൈയുയർത്തണം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ല നിയ്യത്ത്. മാഷാ അല്ലാഹ്. ഒരു തക്ബീർ. പേരെന്ന് പറഞ്ഞു ഫാറൂഖ്. മാഷാ അല്ലാഹ്. ഒരു സ്വലാത്ത് സല്ലല്ലാഹു, ഉറക്കെ പറയണേ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. സലാത്ത് ചെല്ലാൻ പോലും മടിയുള്ളവനായി മുസ്ലിം മാറരുത്. എന്റെ പേര് പറയപ്പെടുമ്പോൾ സലാത്ത് ചെല്ലാത്തവനാണ് ലോകം കണ്ട ഏറ്റവും വലിയ ലുബ്ധനെന്ന് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് സലാത്ത് ഉറക്കെ ചെല്ല്. സല്ലല്ലാഹു. അല്ലാഹുവേ ഫാറൂഖ് എന്ന സഹോദരനെ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. ആദ്യമായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പോലെ നല്ല താല്പര്യത്തോടു കൂടി ചാടി പറഞ്ഞ സഹോദരനാണ്, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. 5000 രൂപ സദഖയെ സ്വീകരിക്കണേ അല്ലാ. ബാക്കി വച്ച സമ്പത്തിൽ വർധനവ് നൽകണേ അല്ലാ. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നീ ഏറ്റി നൽകണേ അല്ലാ. എന്തെല്ലാം വിഷമങ്ങൾ മനസ്സിലുണ്ടോ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ ഓതിയ ഖുർആൻ
ഖുർആനിന്റെ ബറക്കത്ത് കൊണ്ട്, ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചറബേ ആ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. അടുത്തയാള് നല്ല നിയ്യത്തില് വേഗം പറയണം, അതിലാണ് ഖൈർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കാം, അങ്ങനെയല്ല. നല്ല നിയ്യത്തോടു കൂടി നിന്റെ മനസ്സിൽ ഇബ്ലീസ് ഇപ്പോൾ പറയുന്നുണ്ട് കൊടുക്കണ്ടടാ, പിടിച്ചു വെക്ക്, കുറച്ച് പൈസയല്ലേ അവിടെ നിൽക്കട്ടെ, 5000 രൂപ അവിടെ ഒന്നും കൊടുക്കണ്ട. പക്ഷെ ഇതേ പൈസ ലക്ഷക്കണക്കിന് രൂപകൾ ക്യാൻസർ എന്ന രോഗം പിടിപെടുമ്പോൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി കൊടുക്കേണ്ടി വരും. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. പിടിച്ചു വെക്കുന്ന ധനം ദീനിന് കൊടുക്കാതെ, പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാതെ, നിന്റെ സക്കാത്തിൽ നിന്ന് നീ ഒരു വിഹിതം നൽകാതെ പിടിച്ചു വെക്കുന്ന സഹോദര, അവരുടെ സമ്പത്ത് കൂടി കൈപ്പറ്റിക്കൊണ്ട് വിഴുങ്ങുന്നവരെ ഇതിനേക്കാൾ വലിയ അദാബ് നിനക്ക് നൽകും. ഇന്ന് നമ്മൾക്കും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ മഹാമാരി പിടിപെടുന്നത് പോലെ എത്രയോ ആളുകൾക്കാണ് ക്യാൻസർ എന്ന മഹാമാരി പിടിപെടുന്നത്. എത്ര ആളുകളുണ്ട്, കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഉണ്ട്. ആ രീതിയിലാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്കോ എന്റെ മക്കൾക്കോ സന്താന പരമ്പരകൾക്കോ എന്റെ ഭാര്യക്കോ കുടുംബത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും അത്തരത്തിലുള്ള രോഗങ്ങൾ നൽകി പരീക്ഷിക്കരുത് റബ്ബേ എന്ന നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് സദഖ നൽകി അല്ലാഹു സദഖയെ സ്വീകരിക്കട്ടെ. ആ വെളിയിൽ നിൽക്കുന്നവരൊക്കെ കയറിയിരിക്കണം. എല്ലാവർക്കും ചീരണിയുണ്ട് ഇൻഷാ അല്ലാഹ്, അത് വിതരണം ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ഒരവിടെ അല്ലേ ഇൻഷാ അല്ലാഹ് നല്ല നിയ്യത്തിനോട് കയ്യിലിരിക്കുന്നതാകുന്ന സ്വർണത്തിന്റെ മോതിരം, വളകളൊക്കെ നിങ്ങൾ ദീനിന് വേണ്ടി കൊടുക്കുന്ന, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ്. ആഖിറത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുക്കുന്ന. ഇതൊക്കെ ദുനിയാവാണ്. സൂചിപ്പിച്ചില്ലേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അവരൊക്കെ ഖബറിലേക്ക് പോയപ്പോ ഒന്നും കൊണ്ടുപോയിട്ടില്ല. ഇവിടെ നമ്മളെക്കാൾ വലിയ പണക്കാർ ഇവിടെ ഉപ്പളയിൽ ജീവിച്ചു പോയവരുണ്ട്. അവര് ഖബറിലേക്ക് പോകുമ്പോ നമ്മൾ കണ്ടതാണ് 3 തുണി കഫൻ പുടവ മാത്രം. 60 രൂപ 70 രൂപ മീറ്ററിന് വിലയുള്ളതാകുന്ന തുണി കേവലം 200 രൂപയുടെ തുണി മാത്രമാണ് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ 1000 രൂപയുടെ തുണി മാത്രം മൊത്തത്തിൽ ടോട്ടലായി പറഞ്ഞു. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ തുണി കഷ്ണം മാത്രമായിട്ടാണ് നീ പോകുന്നത്. 450 രൂപ എടുത്ത മയ്യത്തിന്റെ കഫന്നുണി ഉൾപ്പെടെ കിട്ടും. ചിന്തിച്ചു നോക്ക്, മനുഷ്യൻ ഇത്രയേ ഉള്ളൂ. ഇതാണ് വെട്ടിപ്പിടിച്ചതെല്ലാം പോയി. അവന്റെ കയ്യിൽ കിടന്ന വാച്ചും പോയി. അവന്റേതാകുന്ന സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ നഷ്ടപ്പെടുകയാണ്. വെറും കയ്യോടെ മടക്കപ്പെടുകയാണ്. അതുകൊണ്ട് ദീനിന് വേണ്ടി കൊടുത്തതേ ഉണ്ടാകുള്ളൂ. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മൾ കാരണം ഒരു കുടുംബത്തിന് സന്തോഷം പകരാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഖൈറായ സദഖ. അല്ലാഹു തൗഫീഖ് തരട്ടെ.